അപ്പോൾ ഇസ്ലാമിക തത്വങ്ങൾ, സാമ്പത്തിക ക്രയവിക്രയങ്ങളിലെ ഇസ്ലാമിക തത്വങ്ങൾ എന്നുള്ള വിഷയമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക് പ്രിൻസിപ്പിൾസ് ഇൻ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. അപ്പോൾ അതിൽ സമീർ സാഹിബ് ഷറഈ ആയിട്ടുള്ള അതിൻ്റെ ബേസ്, അതിൻ്റെ ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. കുറച്ചൊരു ആവർത്തനം വരും, അത് നല്ലൊരു ആവർത്തനമാണ്. നമ്മൾ ഈ ഇപ്പോൾ സമീർ സാഹിബ് പറഞ്ഞ സംഗതികൾ ഒന്നുകൂടി അതിൻ്റെ ബേസ് ശരിയാക്കുന്നതിന് അത് ഉപകരിക്കും. ആ ബേസിൽ നിന്നുകൊണ്ടാണ് എല്ലാ റൂൾസും വികസിക്കുന്നത്. നമ്മളെല്ലാ ട്രാൻസാക്ഷൻസിനെയും അനലൈസ് ചെയ്യുന്നത് ആ ഒരു ബേസിൽ നിന്നിട്ടാണ്. അപ്പോൾ അത് പ്രശ്നമാക്കേണ്ട കാര്യമില്ല. ചില പദങ്ങളൊക്കെ നമ്മൾ ആവർത്തിച്ച് പോകുന്നു എന്നുള്ളത് നല്ലതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അദ്ദേഹം തുടങ്ങിയിടത്ത് തന്നെയാണ് ഞാനും തുടങ്ങുന്നത്. ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിലെ വ്യവഹാരങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു ആസ് എ സ്കീം ഓഫ് ലൈഫ് എന്നുള്ളത് നമ്മളൊരു സ്കിമാറ്റിക് റെപ്രസെൻറ്റേഷൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആദ്യമായിട്ട് 3 സംഗതികളിലേക്കാണ് അത് വികസിക്കുക. ഒന്ന് അഖീദ, ഒന്ന് ശരിയ, ഒന്ന് അഖ്ലാഖ്. ആ 3 സംഗതികളിൽ നിന്ന് നമുക്ക് അഖീദ എന്ന് പറയുന്നതും അഖ്ലാഖ് എന്ന് പറയുന്നതും നമ്മളുടെ വിഷയത്തിൻ്റെ മർമ്മത്തെ തൊടുന്ന സംഗതികളല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരിയ, അവിടെ നിന്നാണ് നമ്മൾ പിന്നെ സ്റ്റാർട്ട് ചെയ്യുക. അത് വീണ്ടും വികസിച്ചുകൊണ്ട് ഫിഖ് ഇബാദാത്ത്, ഫിഖ് മുആമലാത്ത്, ഫിഖ് മുനാക്കഹാത്ത്, ഫിഖ് ജിനായാത്ത്. അതും സമീർ സാഹിബ് വിശദീകരിച്ചിട്ടുണ്ട്. ഇബാദാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവും മനുഷ്യനും തമ്മിലുള്ള ബന്ധങ്ങളിലെ, വ്യവഹാരങ്ങളിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഫിഖിലെ ഭാഗമാണ് ഇബാദാത്ത് എന്ന് പറയുന്നത്. അവിടെ ഒരു അസ്ലുണ്ട്. ആ അസ്ൽ എന്ന് പറയുന്നത് മനുഷ്യന് അനുവദിക്കപ്പെട്ടതും അവനോട് കൽപ്പിക്കപ്പെട്ടതും മാത്രമേ, അതല്ലാത്തതെല്ലാം തന്നെ നിരോധിക്കപ്പെട്ടതാണ് എന്നുള്ളതാണ്. അതായത് പ്യുവർ ഇബാദത്തിൽ, നമ്മളെ ആരാധനാ കർമ്മങ്ങളിൽ നമുക്ക് നമ്മളുടേതായ ഇന്നോവേഷൻസ് പറ്റില്ല. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ബിദ്അത്ത് എന്ന് പറയുന്നത്. കുല്ലു ബിദ്അത്തിൻ ഫിന്നാർ എന്ന് പറയുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ അവിടെ ഇന്നോവേഷൻസിന് യാതൊരു സാധ്യതയും ഇല്ലാത്ത, ഇന്നോവേഷൻസിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഫിഖ് ഇബാദാത്ത് എന്ന് പറയുന്നത്. ഉള്ളത് എന്താണോ അത് അതുപോലെ മനസ്സിലാക്കുക, അത് പ്രാവർത്തികമാക്കുക, അതിന് പുതിയ കടന്നുകൂടലുകളെ സൂക്ഷിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ ചെയ്യേണ്ടത്. ഫിഖ് മുആമലാത്തിനെ സംബന്ധിച്ചിടത്തോളം അതും സമീർ സാഹിബ് ഇവിടെ വിശദീകരിച്ചു. അവിടെ ഇസ്ലാം ഒന്നും പുതിയതായിട്ട് നിർമ്മിച്ചു നൽകിയിട്ടില്ല. ഉള്ളതിനെ ശരിപ്പെടുത്തുക, അതിനെ ഒരു സിസ്റ്റമൈറ്റൈസ് ചെയ്യുക, അതിൽ ഇന്ന പരിധികൾ പാലിക്കണമെന്ന് പറയുക, ഇന്നത് ശരിയാകില്ല എന്ന് അടയാളപ്പെടുത്തുക. ഇതാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് ഏത് തരത്തിലുള്ള ഇന്നോവേഷൻസ് നടത്താം, എൻജിനീയറിങ്ങും നടത്താം, ഉള്ളതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കാം, പുതിയ രൂപങ്ങളിലുള്ള ട്രാൻസാക്ഷൻസ് നമുക്ക് ഉണ്ടാക്കാം, ഒന്നും പ്രശ്നമല്ല. പക്ഷെ അടിസ്ഥാനപരമായിട്ട് അവിടെ ഉള്ള ഖാഇദ നമ്മൾ പാലിക്കണം. ഖാഇദ എന്ന് പറയുന്നത് എന്താണ്? എവറിത്തിങ് ഈസ് പെർമിസിബിൾ അൺടിൽ ആൻഡ് അൺലെസ് ക്ലിയർലി പ്രോഹിബിറ്റഡ് എന്നുള്ളതാണ്. അവിടെ ഒരു സംഗതി പറ്റൂല എന്ന് പറയാൻ കൃത്യമായ തെളിവ് വേണം. ആ തെളിവ് ഇസ്ലാമിൻ്റെ സ്രോതസ്സുകളിൽ നിന്ന് വേണം. ഓക്കെ, അതാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി. പിന്നെ മുനാഖാത്ത് എന്ന് പറഞ്ഞാൽ ഫാമിലി ലോ ആണ്. ജിനായാത്ത് എന്ന് പറയുന്നത് ക്രിമിനൽ ലോ ആണ് ഇസ്ലാമിലെ. പിന്നെ ഫിഖ് മുആമലാത്തിനെ വീണ്ടും നമ്മൾ എന്തായിട്ട് തരംതിരിക്കാം? ക്ലാസിഫിക്കേഷനുകളിൽ നമ്മളുടെ ഇനിയുള്ള ഫർദർ ഡിസ്കഷനുകൾക്ക് റെലവൻ്റ് ആയിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് മുആവലാത്തും തബറുആത്തുമാണ്. മുആവലാത്ത് എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ഓഫ് വാല്യൂസ് ആണ്. എക്സ്ചേഞ്ച് ഓഫ് വാല്യൂസ്, എന്തെങ്കിലും ഒന്ന് കൊടുത്തുകൊണ്ട് എന്തെങ്കിലും ഒന്ന് വാങ്ങുന്നതിനെയാണ് എന്ത് പറയുക? മുആവലാത്ത് എന്ന് പറയാം. തബറുആത്ത് എന്ന് പറയുന്നത് എന്താണ്? അത് മുആമലാത്തിൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ നടത്തുന്ന സാമ്പത്തിക ക്രയവിക്രയങ്ങളെ തബറുആത്ത് എന്ന് പറയും. ഉദാഹരണത്തിന് സ്വദഖ, വഖഫ്, ഇതൊക്കെ തബറുആത്തിൻ്റെ പരിധിയിലാണ് വരിക. അത് എന്തുകൊണ്ട് പറയൽ പ്രസക്തമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുആവലാത്തിലുള്ള എല്ലാ നിരോധനങ്ങളും എവിടെ ബാധകമാവില്ല? തബറുആത്തിൽ ബാധകമാവില്ല. ഇതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. കാരണം ഇൻഷുറൻസ് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇതിന് വലിയ പ്രസക്തി കൈവരും. ഏതിന്? മുആവലാത്ത്, തബറുആത്ത് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷന് വലിയൊരു പ്രസക്തി കൈവരും. ഇസ്ലാമിൻ്റെ തക്കാഫുൽ എന്ന് പറയുന്നത് നിലനിൽക്കുന്നത് തന്നെ ഈ ഒരു ക്ലാസിഫിക്കേഷൻ്റെ ബേസിസിലാണ്. അതൊന്ന് ഓർമ്മിച്ചാൽ മതി. പിന്നെ ആ മുആമലാത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഇസ്ലാമിക സാമ്പത്തിക ക്രമം, അതാണ് ഇസ്ലാമിക് ഫിനാൻസ് എന്ന പേരിൽ, ഇസ്ലാമിക് ഇക്കണോമിക്സ് എന്ന പേരിലൊക്കെ നമ്മൾ
ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എവിടുന്ന് വന്നു എന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ല. അതിൻ്റെ ബാക്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും താഴത്തേക്ക് പോയിട്ട് പരിഹരിക്കാൻ കഴിയില്ല. എങ്ങനെ പരിഹരിക്കാൻ പറ്റുള്ളൂ? ഇവിടുന്ന് മുകളിലോട്ട് പോയിട്ട് അത് പരിഹരിക്കാൻ സാധിക്കുള്ളൂ. അത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഏത് മുആവലാത്ത് എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ഓഫ് വാല്യൂസ്, കൊള്ളക്കൊടുക്കകൾ എന്ന് നമ്മൾ പറയില്ലേ. അതായത് കച്ചവടം. നിങ്ങളൊരു വില കൊടുക്കുന്നു, നിങ്ങൾക്കൊരു സാധനം കിട്ടുന്നു. ഒരു സാധനം ഞാൻ നൽകുന്നു, അതിൻ്റെ വില ഞാൻ കരസ്ഥമാക്കും. എനിക്കൊരു വാല്യൂ കിട്ടണം, നിങ്ങൾക്കും ഒരു വാല്യൂ കിട്ടണം. എക്സ്ചേഞ്ച് ഓഫ് വാല്യൂസ്. എൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ട്രാൻസാക്ഷനിൽ ഏർപ്പെടുന്നത്. മറ്റേ വ്യക്തിയും അതേപോലെ അദ്ദേഹത്തിൻ്റെ ബെനിഫിറ്റ്, അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ട്രാൻസാക്ഷനിൽ ഏർപ്പെടുന്നത്. രണ്ട് പേരുടെയും ഉദ്ദേശം എന്താണ്? അവരുടെ ഏതെങ്കിലും ഒരു ആവശ്യം പൂർത്തീകരിക്കുക, അവർക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കരഗതമാവുക എന്നുള്ളതാണ് രണ്ടാൾക്കാരുടെയും ഉദ്ദേശം. തബറുവാത്ത് അങ്ങനെയല്ല. അതെ, തീർച്ചയായിട്ടും അത് തന്നെയാണ് മുആവലാത്ത്. കൃത്യമായിട്ടും അത് തന്നെയാണ് മുആവലാത്ത്. ഞാൻ സ്വതക്ക ചെയ്യുമ്പോൾ സ്വതക്ക വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഗുണഭോക്താവിൽ നിന്ന് ഞാൻ ഒന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ അതൊരു സാമ്പത്തിക ക്രയവിക്രയമാണ്. ഒരു കൊടുക്കൽ അവിടെ നടക്കുന്നുണ്ട്. സമ്പത്തിൻ്റെ ഒരു കൊടുക്കൽ നടക്കുന്നു. എൻ്റെ ഒരു പ്രോപ്പർട്ടി വഖഫ് ചെയ്യുമ്പോൾ വഖഫിൻ്റേതായ അതിൻ്റെ എല്ലാ സംഗതികളും ഞാൻ പൂർത്തീകരിക്കുന്നു. പക്ഷേ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ വഖഫ് ചെയ്യുന്നത് അതിൽ അള്ളാഹുവിൻ്റെ വജ്ഹാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ഈ വഖഫ് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഗുണഭോക്താക്കളിൽ നിന്ന് പകരമായിട്ട് എനിക്ക് എന്തെങ്കിലും കിട്ടണം എന്നുള്ള ഒരു ഉദ്ദേശം അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ അതെന്തല്ല, മുആവലാത്തല്ല, അത് തബറുആത്താണ്. അപ്പം മുആവലാത്തിലുള്ള പല റെസ്ട്രിക്ഷനുകളും തബറുആത്തിൽ ബാധകമാവുകയില്ല. ഉദാഹരണത്തിന് ഖറർ അതേപോലെ തബറുആത്തിൽ ബാധകമാവില്ല. അത് നമ്മളിഞ്ഞ് പറയും. അത് പ്രധാനപ്പെട്ടൊരു നിരോധനമാണ്. ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ടൊരു നിരോധനമാണ് ഖറർ. അത് എവിടെ ബാധകമാകും? മുആവലാത്തിൽ വളരെ കണിശമായും ബാധകമാകും. പക്ഷേ തബറുആത്തിൽ ആ അളവിൽ ബാധകമാവില്ല. ഇത്രയും ഇപ്പോൾ മനസ്സിലാക്കിയാൽ മതി. നമ്മൾ പിന്നീട് പഠിച്ച് ഓരോ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇതിൽ കൂടുതൽ വ്യക്തത നമുക്ക് കിട്ടും. ഓക്കെ. പിന്നെ സോഴ്സസ് ഓഫ് ശരിയ, ഇതിൽ നല്ല ഗ്രാഹ്യമുള്ള പണ്ഡിതന്മാരുണ്ട്. ഞാൻ ഉണ്ട്. ഇസ്ലാമിക് ഫിനാൻസ് ഇന്ന് നമ്മൾ വ്യവഹരിക്കുന്നത് ഉരുത്തിരിഞ്ഞു വന്നത് ഒരു മോഡേൺ ഫൈനാൻസ് അവിടെ ഉണ്ട്. കുറേ കാലം ഇസ്ലാമികമായിട്ടുള്ള നിയമങ്ങൾ തമസ്കരിക്കപ്പെട്ടു. അതല്ല ഹുക്കുമിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്. അവിടെ നിന്നല്ല നിയമങ്ങൾ വന്നത്. അങ്ങനെ ഒരു കാലം നമുക്ക് കഴിഞ്ഞു പോയി. മറ്റേത് ശക്തി ആർജിക്കുകയും ചെയ്തു. ഉദാഹരണത്തിന് കൺവെൻഷണൽ ബാങ്കിങ് എന്ന് പറയുന്നത് വേൾഡ് അക്രോസ് ഒരു നോമായി തീർന്നു. അപ്പോൾ അതിനെഗൻസ്റ്റ് ഏത് രീതിയിലാണോ ആധുനിക ലോകക്രമം ഉള്ളത് അതിനൊരു റെസ്പോൺസായിട്ട് വളർന്നു വന്നതാണ് എന്ത്? ഇസ്ലാമിക് ഫിനാൻസ്. പക്ഷെ അതിൻ്റെ അസ്ലുകളൊക്കെ എവിടെയാണ് കിടക്കുന്നത്? നമ്മുടെ ഫിഖ്ഹിലാണ് കിടക്കുന്നത്. അങ്ങനെ പുതിയൊരു ടെർമിനോളജി ഉണ്ടായി. പക്ഷെ അസ്ലുകളെല്ലാം തന്നെ എവിടെയാണ്? ഫിഖ്ഹിലാണ്. അതിനൊന്ന് റീറൈറ്റ് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ അതിനൊന്ന് റീ എൻജിനീയർ ചെയ്തു എന്നുള്ളത് മാത്രമാണ് ഇസ്ലാമിക് ഫിനാൻസിൻ്റെ പ്രസക്തി. അപ്പോൾ സമീർ സാഹിബ് പറഞ്ഞത് മുആമലാത്ത് ഫിഖ്ഹുൽ മാലിയ എന്ന് പറയുന്നത് ആദ്യമേ ഉണ്ട്. അതിൻ്റെ അടിസ്ഥാന രൂപങ്ങൾ ആദ്യമേ ഉണ്ട്. അതിനനുസരിച്ച് ക്രയവിക്രയങ്ങൾ നടക്കുകയും കോൺട്രാക്റ്റുകൾ രൂപപ്പെടുകയും ഒക്കെ ചെയ്ത വലിയൊരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിനുശേഷം അതിലൊരു വ്യതിയാനം വന്നു, മറ്റു പലതും രംഗത്തേക്ക് വന്നു. അതിനൊരു റെസ്പോൺസ് എന്നുള്ള നിലയ്ക്ക് എങ്ങനെ അതിൽ ഒരുപാട് ഹറാമായിട്ടുള്ള എലിമെൻറ്റ്സ് ഉണ്ട്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യമല്ല. പക്ഷേ അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യാം? ആ നിലക്കുള്ള ഒരു അക്കാഡമിക്സ് ആയിട്ട് വളർന്നു വന്നതാണ് എന്ത്? ഇസ്ലാമിക് ഫിനാൻസ്, ഇസ്ലാമിക് ബാങ്കിങ്, അതുപോലെ തന്നെ ഇസ്ലാമിക് ഇക്കണോമിക്സിലെ പുതിയ പല കോൺസെപ്റ്റുകളും എന്നുള്ളതാണ്. ഇതിൻ്റെ തന്നെ 3 സംഗതികളാണ്. ഈ മുആവലാത്ത് തബറുആത്തിൽ നിന്ന് നിഷ്പന്നമാകുന്നതാണ് ഇസ്ലാമിക് ഫിനാൻസ് എന്നാണ് ഉദ്ദേശിച്ചത്. ബോക്സ് കൺസ്ട്രക്ട് ചെയ്യുന്നതിൽ ചിലപ്പോൾ ചെറിയ, അതായത് ഈ 2 സംഗതികളില്ലേ ഡെവലപ്പ് ചെയ്ത
ഒരു സംഗതി. അതിൻ്റെ റൂൾസ് എല്ലാം തന്നെ എടുത്തുകൊണ്ട് ഈ പറഞ്ഞ പോലെ മോഡേൺ ടൈംസിന് സ്യൂട്ടബിൾ ആകുന്ന ഒരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ, അതാണ് ഇസ്ലാമിക് ഫൈനാൻസ്. പക്ഷെ അതിന് മുന്നേ ഒരുപാട് സംഗതികളുണ്ട്. നമ്മളുടെ അടിസ്ഥാനങ്ങളെല്ലാം വരുന്നത് മറ്റു പല സംഗതികളിൽ ഓൾറെഡി ഉള്ള ക്ലാസിക് ജൂറിസ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരുപാട് കോൺസെപ്റ്റുകൾ യൂസ് ചെയ്തിട്ടാണ് ഇസ്ലാമിക് ഫിനാൻസ് ഡെവലപ്പ് ചെയ്തത് എന്നുള്ളതാണ് വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതെ, 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 ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. അപ്പോൾ ഒറിജിനൽ ഫിഖിന് ആ വികാസക്ഷമത ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ വികാസക്ഷമത ഉള്ളൊരു സംഗതിയാണ് ഇസ്ലാമിലെ ഫിഖ്. അല്ലാതെ അത് ചത്ത ഒരു കുതിരയല്ല, ഇനി എവിടെയും അപ്ലൈ ചെയ്യാൻ പറ്റാത്ത കാലഹരണപ്പെട്ട ഒരു സംഗതിയല്ല. അതിനെ നമുക്ക് ഏത് കാലത്ത് ഖിയാമത്ത് നാൾ വരെ അതിനെ റീ എഞ്ചിനീയർ ചെയ്യാൻ പറ്റും, അതിനെ റീഡിസൈൻ ചെയ്യാൻ പറ്റും. ചില ബേസിക്സ് മാറാത്ത കുറച്ച് ബേസിക്സേ ഉള്ളൂ. ആ ഒരു പോയിൻ്റാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്ന ഇസ്ലാമിക് ഫിനാൻസ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തേക്കുള്ള ഒരു കുപ്പിയിലാക്കലാണ്, സമീർ സാഹിബ് പറഞ്ഞതുപോലെ. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തേക്കുള്ള ഒരു കാലികമായൊരു റെസ്പോൺസാണ് ഇസ്ലാമിക് ഫിനാൻസ് ആൻഡ് ഇസ്ലാമിക് ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. അത് വികസിച്ചു കൊണ്ടേയിരിക്കുന്നു, അതിൽ പുതിയ കോൺസെപ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇത് ഞാൻ പറഞ്ഞതുപോലെ അഗ്രഗണ്യന്മാരായ പണ്ഡിതന്മാരുണ്ട്, എന്നാൽ പഠനം തുടങ്ങുന്ന ആൾക്കാരുണ്ട്. ഒരു വളരെ കോസ്മോപൊളിറ്റൻ ആയിട്ടുള്ള ഒരു ക്രൗഡാണിത്. അപ്പോൾ സോഴ്സസ് ഓഫ് ശരിയ എന്നുള്ളതും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഷറയിൽ എവിടെ നിന്നാണ് നിയമങ്ങൾ നിർദ്ധാരണം ചെയ്യാൻ അനുവാദമുള്ളത്, അതിൻ്റെ പ്രോസസ്സാണ്. ഒന്നാമത് പ്രാഥമികമായ സോഴ്സാണ് പ്രൈമറി സോഴ്സസ്, സെക്കൻഡറി സോഴ്സസ്. ഒന്ന് പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് ഖുർആനും സുന്നത്തുമാണ്. സെക്കൻഡറി സോഴ്സസ് എന്ന് പറയുന്നത് ഇജ്മാ, ഇജ്തിഹാദ്, ഖിയാസാണ്. പ്രൈമറി സോഴ്സസിൻ്റെ അഭാവത്തിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതല്ല സെക്കൻഡറി സോഴ്സസ്, ശരിയല്ലേ? സെക്കൻഡറി സോഴ്സസിന് അത് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദി പ്രൈമറി സോഴ്സസ്. പ്രൈമറി സോഴ്സസിൽ നിന്നുള്ള വാലിഡിറ്റിയോട് കൂടി മാത്രമേ എന്ത് വരുള്ളൂ, സെക്കൻഡറി സോഴ്സസിൻ്റെ അപ്ലിക്കേഷൻ നടക്കുകയുള്ളൂ. പിന്നെ ഇതും അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്, എന്നാലും ഒന്ന് ടച്ച് ചെയ്ത് പോവുകയാണ്. മക്കാസിദ്, ഷറഇൻ്റെ ശരിയത്തിൻ്റെ മക്സദുകൾ, ലക്ഷ്യങ്ങൾ, ഹയർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ശരിയ എന്ന് പറയുന്നത് 5 പരിഗണിക്കപ്പെടുന്നത്. അതിലും ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കോമൺ ആയിട്ട് നമ്മൾ ഒരുപാട് കാലമായിട്ട് അംഗീകരിച്ചു പോരുന്ന, നിരാകരിക്കാൻ കഴിയാത്ത 5 മക്സദുകൾ ഷറഇനുണ്ട്. ഒന്ന് ഹിഫ്ലുദ്ദീന്, ഹിഫ്ലുൻ നഫ്സ്, ഹിഫ്ലുൻ നസ്ല്, ഹിഫ്ലുൽ അഖ്ല്, ഹിഫ്ലുൽ മാല്. അതായത് ദീനിൻ്റെ സംരക്ഷണം, ദീൻ തനതായ രൂപത്തിൽ നിലനിൽക്കുക, അത് കൂട്ടിച്ചേർക്കലുകളിൽ നിന്ന് മുക്തമാവുക, അത് ശരീഅത്ത് എൻഷോർ ചെയ്യേണ്ട ഒരു സംഗതിയാണ്. രണ്ടാമത്തത് ഒരു മനുഷ്യൻ്റെ ജീവൻ, അതുപോലെ തന്നെ പ്രോജനി, നമ്മളുടെ വരും തലമുറ, ഇന്ന് നിലനിൽക്കുന്ന ജനറേഷൻ, ഇനി വരുന്ന തലമുറകളുടെ സംരക്ഷണം, ഇതെല്ലാം തന്നെ ഷറഇൻ്റെ മക്സദുകളിൽ വരുന്നതാണ്. അഖ്ല്, ഒരു മനുഷ്യൻ്റെ ഇൻ്റലക്റ്റിനെ സംരക്ഷിക്കുക, അതിനൊരു ഫ്രെയിം വർക്ക് ആവശ്യമാണ്. ആ ഫ്രെയിം വർക്കിൽ നിന്ന് പുറത്തു പോകുന്നത് കൊണ്ടാണ് പല ബുദ്ധിയുള്ള ആളുകൾ നിരീശ്വരവാദികളൊക്കെ മാറുന്നത്. കാരണം എത്ര ബ്രില്യൻ്റ് ആണെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ മനുഷ്യൻ്റെ ബുദ്ധിക്ക് ആവശ്യമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് അത്രയും മനുഷ്യൻ്റെ ബുദ്ധി കൂടിയിട്ടാണ് ആറ്റം ബോംബ് ഉണ്ടായത്, ഹൈഡ്രജൻ ബോംബ് ഉണ്ടാകുന്നത്. ഇത് ബുദ്ധിയില്ലാത്ത ആൾക്കാർ വികസിപ്പിക്കുന്നതല്ല, സബ്ജക്റ്റീവ് ഫാക്ടറാണ്. പക്ഷേ ആ ബുദ്ധിക്ക് ആറ്റം ബോംബ് ഉണ്ടാക്കുന്ന ഒരു മനുഷ്യന് താൻ ഉണ്ടാക്കാൻ പോകുന്നതിൻ്റെ അനന്തരഫലം എന്തായിരിക്കും എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഒബ്ജക്റ്റീവായിട്ടുള്ള ശരിയ അയാൾ പരിഗണിച്ചിരുന്നുവെങ്കിൽ അയാൾ ചിലപ്പോൾ അതിന് പിന്തിരിയുമായിരുന്നു. ഒരു പോയിന്റാണ്. അല്ലെങ്കിൽ വിനാശകരമായ സംഗതികൾക്ക് വേണ്ടി ബുദ്ധി ഉപയോഗിക്കുന്ന ഒരാളെ തടയുന്ന ഒരു ഫോഴ്സ് അവിടെ ഉണ്ട്. രണ്ടിനും പറ്റും മനുഷ്യൻ്റെ ബുദ്ധി എന്ന് പറയുന്നത്, നന്മക്കും തിന്മക്കും ഉതകുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അഖ്ല് പ്രൊട്ടക്റ്റ് ചെയ്യണം, മനുഷ്യൻ്റെ ബുദ്ധിയെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അത് സ്വയം നശിക്കാതെ അത് പ്രൊട്ടക്റ്റ് ചെയ്യുകയും വേണം, അതിൻ്റെ തെറ്റായ ആപ്ലിക്കേഷനിൽ നിന്ന് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും വേണം. അതാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും അതും അതിൻ്റെ ഭാഗം തന്നെയാണ്. ആ ബുദ്ധിക്ക് അതീതമായ സംഗതി ഈ ബുദ്ധിയെ നിയന്ത്രിക്കേണ്ടതുണ്ട് എന്നുള്ളത് ശരീഅത്തിലൊരു കോൺസെപ്റ്റാണ്.
പക്ഷേ മാൻ ഈസ് ഫ്രീ ടു തിങ്ക്, അതൊക്കെ. പക്ഷേ മാൻ ഈസ് നോട്ട് ഫ്രീ ടു അപ്ലൈ എവറിത്തിങ് ഹി തിങ്സ്. മനുഷ്യൻ ചിന്തിക്കുന്നതെല്ലാം പ്രവർത്തിക്കാൻ സ്വതന്ത്രനല്ല. ചിന്തിക്കാം. ആ ഒരു ലഗാം, ആ ഒരു തടവ് എവിടെ നിന്നാണ് വരുന്നത്? അത് ശരീഅത്തിൻ്റെ ഒരു വിഷയമാണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. എന്തായാലും അത് നമ്മളൊരു ടാൻജൻസിലേക്ക് പോകണ്ട, അതങ്ങനെ പറഞ്ഞു വെച്ചു എന്ന് മാത്രം. പിന്നെ പറഞ്ഞതുപോലെ സമ്പത്തിൻ്റെ സംരക്ഷണം എന്ന് പറയുന്നത് ഹദീസുകളിലൂടെ സമീർ സാഹിബ് വിശദീകരിച്ചു. ഏതറ്റം വരെ സമ്പത്തിൻ്റെ സംരക്ഷണം എന്നുള്ളത് ഇസ്ലാം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംഗതിയാണ് എന്നുള്ളത്. പിന്നെ ഈ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, സാമ്പത്തിക വ്യവഹാരങ്ങൾ, അതുപോലെ തന്നെ അഖ്ദുകൾ, കോൺട്രാക്ട്സ് എന്ന് പറയുന്നത് ഈ പ്രിൻസിപ്പിൾസിന് വിധേയമായിരിക്കണം. അതായത് ഈ അഖ്ദുകൾക്കെല്ലാം മുകളിൽ നിൽക്കുന്ന ഏതൊരു അഖ്ദിൻ്റെയും ഏതൊരു ട്രാൻസാക്ഷൻ്റെയും സൗണ്ട്നെസ് മാറ്റുരച്ച് നോക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഒരു സൗണ്ടിങ് ബോർഡ് എന്ന് പറയുന്നത് ഇസ്ലാമിൽ ശരീഅത്ത് പ്രദാനം ചെയ്യുന്നുണ്ട്. അതിലൊന്നാമത്തത് എന്താണ്? പെർമിസിബിലിറ്റി ആസ് എ ജനറൽ റൂൾ. കാര്യങ്ങളുടെ അടിസ്ഥാന സ്വഭാവം എന്ന് പറയുന്നത് അനുവദനീയതയാണ്. ഒരു സംഗതി അനുവദനീയമാണ് ഏതറ്റം വരെ? അത് കൃത്യമായിട്ടും വ്യക്തമായിട്ടും പ്രോഹിബിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്നത് വരെ അതിൻ്റെ അടിസ്ഥാന സ്വഭാവം എന്ന് പറയുന്നത് അനുവദനീയം. ഒരു സംഗതി, മുആമലാത്തിലൊരു സംഗതി അനുവദനീയമാണ്, ഇന്നത് അനുവദനീയമാണ്, ഇത് അനുവദനീയമാണ്, ഇതിങ്ങനെ പറയേണ്ട ആവശ്യം വരില്ല. കാരണം കാര്യങ്ങളുടെ അടിസ്ഥാന സ്വഭാവം എന്താണ്? വൽ ഹാലുൽ അസാസിയത്തു ഹിയൽ ഇബാഹ എന്ന് പറഞ്ഞാൽ കാര്യങ്ങളുടെ അടിസ്ഥാന സ്വഭാവം അനുവദനീയതയാണ്. അതിലല്ലാത്തൊരു സംഗതി ഉണ്ട് എന്നാണ് നിങ്ങൾ തെളിയിക്കേണ്ടതുള്ളൂ. ഒന്നാമത്തെ പ്രിൻസിപ്പിളാണ്. രണ്ടാമത്തത് കൺക്ലൂഷൻ ഓഫ് കോൺട്രാക്ട് ബൈ മ്യൂച്വൽ കൺസെൻറ്റ്. പരസ്പരമായ അനുവാദത്തോടും തൃപ്തിയോടും കൂടിയുള്ള ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസിന് മാത്രമേ ശരീഅത്ത് അനുവദിക്കുന്നുള്ളൂ, അംഗീകരിക്കുന്നുള്ളൂ. ആ റൂൾ എവിടെ വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ അവിടെയും ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത് ഹറാമായി തീരും, അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടാത്തതായിട്ട്. തറാളി, കൺഫോമിറ്റി ഓഫ് കോൺട്രാക്ട് വിത്ത് മക്കാസിദ ശരിയ. ശരീഅത്തിൻ്റെ മക്സദുകൾക്ക് വിരുദ്ധമാകാതിരിക്കുക. അപ്പം ഹലാലായിട്ടുള്ളൊരു ഒരു സംഗതി തന്നെ, അത് കേവല നിയമങ്ങളുടെ വെളിച്ചത്തിൽ ഹലാലായിട്ടുള്ള ഒരു സംഗതി തന്നെ ശരീഅത്തിൻ്റെ മക്സദുകൾ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ അൺഅഡ്വൈസബിൾ ആയിരിക്കും. ചില പ്രൊജക്റ്റുകളൊക്കെ അങ്ങനെ ആയിരിക്കും. ഉദാഹരണത്തിന് ഒരു റോഡ് ഗവൺമെൻറ് തന്നെ ആയിക്കോട്ടെ, റോഡ് നിർമ്മിക്കുന്നത് ഗവൺമെൻറ് തന്നെ ആയിക്കോട്ടെ, ഒരുപാട് ആളുകൾക്ക് ലററുണ്ടാക്കിക്കൊണ്ട്, അവർക്ക് ദ്രോഹമുണ്ടാക്കിക്കൊണ്ടാണ് ആ റോഡ് നിർമ്മിക്കുന്നത് എങ്കിൽ അവിടെ എന്തിന് ഒരു ഇത് വരുന്നുണ്ട്? ശരീഅത്തിൻ്റെ ഒരു മക്സദിന് അതിന് ക്ഷതമേൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ നിലക്കുള്ള ഒരു പരിശോധനയും ആവശ്യമാണ്. അതേപോലെ തന്നെ എങ്ങനെ? ഇല്ല, അത് വെറും ഒരു തെറ്റിദ്ധാരണ മാത്രമല്ലേ. കാരണം മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ടുണ്ടായിട്ടുള്ളതാണ് പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കാൻ തന്നെ മനുഷ്യന് ബുദ്ധി ആവശ്യമാണ് എന്നുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഡെവലപ്മെൻറ്റിനെ നിരാകരിക്കൂല, പക്ഷെ അതിൻ്റെ തെറ്റായ ഉപയോഗങ്ങളെ തടയും. അപ്പോൾ ആ ഒരു സംഗതി നമ്മൾ ചർച്ചയിലേക്ക് പോയി കഴിഞ്ഞാൽ വേറെ ഒന്നിലേക്കാണ് നമ്മൾ എത്തുക. അതിപ്പോൾ നമുക്കിവിടെ നിർത്താം, നമുക്ക് പിന്നീട് സമയമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അതേപോലെ തന്നെ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്, അതായത് ഗററില്ലാതിരിക്കുക, നമ്മളൊന്ന് വിശദീകരിക്കും. ട്രാൻസ്പെറൻസി, അറിയേണ്ട ആളുകൾക്ക് ലഭ്യമാവുക, അറിവുകൾ ലഭ്യമാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ജസ്റ്റിസ് ആൻഡ് ഫെയർ, അദ്ൽ എന്ന് പറയുന്നതും ഒരു ബാലൻസ് എന്ന് പറയുന്നതും വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ ഒരു വൈഡ് സർക്കുലേഷൻ ഓഫ് വെൽത്ത് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഖുർആൻ തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ സമ്പന്നരിൽ മാത്രം സമ്പത്ത് കറങ്ങിക്കൊണ്ടിരിക്കാതെ ആളുകളിലേക്ക് അത് വ്യാപിക്കണം എന്നുള്ളത്. അപ്പോൾ ഇസ്ലാമിലെ എല്ലാ സംഗതികളും, ഇസ്ലാമിലെ ഇപ്പോൾ സക്കാത്ത് ആയിക്കോട്ടെ, വഖഫ് ആയിക്കോട്ടെ, റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് എന്നുള്ളതിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു കാറ്റഗറൈസേഷൻ ഉണ്ട്.
ഇപ്പോൾ മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ, പിന്നെ തഹസീനിയാത്ത്, ഹാജിയാത്ത്, ലറൂറിയാത്ത്, തഹസീനിയാത്ത്, ഹാജിയാത്ത് എന്ന് പറയുന്നൊരു ക്ലാസിഫിക്കേഷൻ ഫുഖാക്കൾ അതിൽ നടത്തിയിട്ടുണ്ട്. ലറൂറിയാത്ത് എന്ന് പറയുന്ന എല്ലാവരുടേതും പൂർത്തീകരിക്കപ്പെടണം എന്നുള്ളതാണ് ശരീഅത്തിൻ്റെ അതിലുള്ള നിലപാട്. ലറൂറത്ത് പൂർത്തീകരിക്കപ്പെടാത്ത ഒരു വിഭാഗം സമൂഹത്തിൽ ഉണ്ടാകരുത്. പിന്നെ തഹസീനിയാത്ത്, ഹാജിയാത്തൊക്കെ സമൂഹം മൊത്തത്തിൽ വികസിക്കുന്നതിനനുസരിച്ച് ആളുകൾക്ക് അതിലേക്കുള്ള ആക്സസ് കൂടും എന്നുള്ളതാണ്. അപ്പോൾ ഈ ലറൂരത്ത് പൂർത്തീകരിക്കുന്ന രൂപത്തിൽ വെൽത്ത് സർക്കുലേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മളുടെ മക്സദുകളിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ വൈഡ് ജനങ്ങൾക്കിടയിൽ സമ്പത്ത് കറങ്ങിക്കൊണ്ടിരിക്കണം. അത് ഒരു ഭാഗത്ത് അതിൻ്റെ പ്രവാഹം നിലച്ചുകൊണ്ട് തടയപ്പെട്ട് കിടക്കരുത് എന്നുള്ളത് ഖുർആനികമായിട്ടുള്ളൊരു പ്രിൻസിപ്പിളാണ്. ഖുർആനിൽ അള്ളാഹു അത് നേർക്ക് നേരെ പറയുന്നതുമാണ്. അപ്പോൾ അതും ഇസ്ലാമിക് ഫിനാൻസിൻ്റെ ഒരു ഫോർ റണ്ണിങ് പ്രിൻസിപ്പിളായിട്ട് വരും. അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു, അതിനെ മന്ദീഭവിപ്പിക്കുന്നതിന് ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുന്നു എന്നുള്ളത് നമ്മളൊരു പൊതു തത്വമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇനി നമ്മൾ പറയുന്നത് ഇതിൻ്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ നമ്മൾ പറയും, ബാക്കിയുള്ളതൊക്കെ ചില കണ്ടീഷൻസും പ്രിൻസിപ്പിൾസാണ്. ആദ്യത്തെ പ്രിൻസിപ്പിളിൽ നമ്മൾ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും? പെർമിസിബിലിറ്റി ആസ് എ ജനറൽ റൂൾ എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കാര്യങ്ങളുടെ പൊതു സ്വഭാവം എന്ന് പറയുന്നത് അനുവദനീയതയാണെങ്കിൽ അവിടെ പറയുന്നത് എന്താണ്? ചില സംഗതികൾ അനുവദനീയമല്ല, അത് ഇസ്ലാം നിരോധിക്കുന്നുണ്ട്. ഈ നിരോധനങ്ങൾ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. എന്താണ് ഇസ്ലാമിക് ഫിനാൻസിൽ പ്രോഹിബിഷൻസ് എന്ന് പറയുന്നത്? ആ പ്രോഹിബിഷൻസിൻ്റെ അടിസ്ഥാനങ്ങൾ എന്താണ്? അവ യഥാർത്ഥത്തിൽ എന്താണ്? ഇപ്പോൾ സമീർ സാഹിബ് അദ്ദേഹത്തിൻ്റെ ടോക്ക് തുടങ്ങിയ സമയത്ത് പറഞ്ഞു, ഇപ്പോൾ ഈ ജ്വല്ലറിൻ്റെ കേസ് ഒരു ഉദാഹരണം വെച്ചുകൊണ്ട്, വളരെ റിലീജിയസ് ആയിട്ടുള്ള ആളുകൾ ഒരു ട്രാൻസാക്ഷനിൽ ഇൻവോൾവ് ആണ്, ഡീപ്ലി ഇൻവോൾവ് ആണ്. പക്ഷെ അവർക്ക് അറിയില്ല ആക്ച്വലി അത് പലിശയാണ് എന്നുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഗതി വരുന്നത്? യഥാർത്ഥത്തിൽ പലിശ എന്താണ് എന്നുള്ള ഇൽമ അവർക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ നിരോധനങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇസ്ലാമിക് ഫിനാൻസിനെ കുറിച്ച് കൃത്യമായൊരു ധാരണ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ നിരോധനങ്ങൾ എവിടെയാണ്, എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുകയും ഒരു കോൺട്രാക്റ്റ് അതിൽ നിന്ന് മുക്തമാണോ എന്ന് പരിശോധിക്കുകയും ചെയ്യലാണ് പ്രാഥമികമായിട്ട് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഇസ്ലാമിക് ഫിനാൻസിൽ ചെയ്യേണ്ട ഒരു എക്സർസൈസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സംഗതി ഓക്കെ ആണോ, ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ്, ഈ കോൺട്രാക്റ്റ് ഇസ്ലാമികമായിട്ട് അക്സെപ്റ്റബിൾ ആണ്. ആദ്യത്തെ ലിറ്റ്മസ് ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താ? ബാക്കിയുള്ളതൊക്കെ നമ്മൾ പിന്നീട് നോക്കാം. ഫസ്റ്റ് ലിറ്റ്മസ് ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇസ്ലാം നിരോധിച്ച ഘടകങ്ങൾ ആ കോൺട്രാക്റ്റിലുണ്ടോ? ഇല്ല, അപ്പോൾ അത് ക്ലിയറാണ്. പിന്നെ അതിൽ തറാളി ഉണ്ടോ, ബാക്കിയുള്ളതിൽ ന്യൂട്രലാണോ, പോസിറ്റീവാണോ, നെഗറ്റീവാണോ എന്നുള്ളത് സെക്കൻഡറി ആണ്. ഫസ്റ്റത്തത് നിരോധിക്കപ്പെട്ട ഘടകങ്ങൾ ഉണ്ട് എങ്കിൽ ആ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഹറാമാകും, അല്ലെങ്കിൽ അത് പെർമിസിബിൾ ആകും. അപ്പോൾ നിരോധനങ്ങളിൽ ഏറ്റവും പ്രധാനം ഏതാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം? ഏറ്റവും പ്രധാനം, ഏറ്റവും വ്യക്തം, ഏറ്റവും ശക്തം അതെന്താണ്? പലിശയാണ്, റിബ. അതുണ്ടോ എന്ന് പരിശോധിക്കലാണ് ആദ്യം ചെയ്യേണ്ടത്. ഒരു ക്രയവിക്രയം, ഒരു കോൺട്രാക്റ്റ് ഹലാലാണോ, പെർമിസിബിളാണോ, അക്സെപ്റ്റബിൾ ആണോ എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ നിരോധനങ്ങളുണ്ടോ എന്ന് പരിശോധിക്കലാണ് നമ്മൾ ചെയ്യേണ്ടത്. നിരോധനങ്ങളിൽ ഏറ്റവും പ്രധാനം പലിശ നിരോധനമാണ്. പലിശ, നിരോധിക്കപ്പെട്ട പലിശ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യം പരിശോധിക്കണം. അപ്പോൾ എന്താണ് പലിശ എന്നുള്ളത് നമ്മൾ അറിയേണ്ടത് ഉണ്ട്. അപ്പോൾ ഞാൻ ഇനി ഉള്ള ഇതിലേക്ക് പോകുന്നതിനും ജസ്റ്റ് ഒന്ന് ചോദിച്ചു, എന്താണ് പലിശ? പുതിയ ആൾക്കാരെ കൂടെ ചോദിക്കട്ടോ, അധ്യാപകരോടല്ല. ഇപ്പോൾ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടെന്ന് തോന്നുന്നു. പലിശ എന്ന് പറയുന്നത് എന്താണ്? എന്താ പലിശ? ഇസ്ലാം നിരോധിച്ച പലിശ എന്താണ്? ഒരു സെൻറ്റൻസിൽ ഉത്തരം പറയുകയാണെങ്കിൽ എന്താണെന്ന് പറയാം? ഫിക്സഡ് റിട്ടേൺ ഫോർ ദി പ്രിൻസിപ്പൽ. മുടക്കുമുതലിന് ഫിക്സഡ് ആയിട്ടുള്ള ഒരു റിട്ടേൺ കിട്ടുന്നതിനെയാണ് പലിശ എന്ന് പറയുന്നത്. അപ്പോൾ വാടക പലിശയാണോ? ഓക്കെ, റിസ്ക് ഫ്രീ റിട്ടേൺ ഓൺ ഫിക്സഡ് റിസ്ക് ഫ്രീ റിട്ടേൺ ഓൺ പ്രിൻസിപ്പൽ.
അല്ലേ? വിത്തൗട്ട് ഫിനാൻഷ്യൽ റിസ്ക് പാർട്ടിസിപ്പേഷൻ. ഈ കടം കൊടുക്കുന്നതിൽ ഡെപ്റ്റ് റിസ്ക് എന്ന് പറയുന്ന റിസ്ക് ഉണ്ടല്ലോ, ഡിഫോൾട്ട് റിസ്ക് എന്ന് പറയുന്നത്, അതൊരു റിസ്ക്കാണ്, ഒരു റിസ്ക് എലിമെൻ്റാണ് ഫൈനാൻസിൽ. ശരി, ഞാൻ ചോദിച്ചത് ഇതിൻ്റെ ഒരു പ്രാധാന്യം വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് വളരെ പ്രധാനമാണ്, ഏറ്റവും അടിസ്ഥാനപരമാണ്. പക്ഷേ പല ആളുകൾക്കും അതിലൊരു വ്യക്തത കുറവ് ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം. അത് വളരെ വലിയൊരു പ്രശ്നമാണ്. അത് സമീർ സാഹിബ് പറഞ്ഞ സംഗതികളൊക്കെ അതുകൊണ്ടാണ് വരുന്നത്. ഇപ്പോൾ ജ്വല്ലറിയിൽ പൈസ ഇടാൻ പറ്റുമോ എന്നവർ ചിന്തിക്കുമ്പോൾ ആ പറയുന്നത് പലിശയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഫ്രെയിം വർക്ക് അവരുടെ മുമ്പിലില്ല, ഒരു കൃത്യമായ ഒരു ഡെഫിനിഷൻ അവരുടെ മുമ്പിലില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ പലിശ രണ്ട് വിധം ഉണ്ട്. ഒന്നാമത്തത് എന്താണ്? റിബാ നസിയ എന്ന് പറയുന്നത്. അത് പല പേരുകളിൽ അറിയപ്പെടും. ഒന്ന്, റിബാ നസിയ എന്ന് അതിന് പേര് വരാനുള്ള കാരണം എന്താണ്? ടൈം വാല്യൂ ഓഫ് മണി, അതായത് പണത്തിൻ്റെ സമയമൂല്യത്തെ അധിഷ്ഠിതമാക്കിയിട്ടാണ് ആ പലിശ വരുന്നത് എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് റേറ്റ് 8% ആണെന്ന് പറയുമ്പോൾ പണത്തിന് ഒരു ടൈം വാല്യൂ ഉണ്ട് എന്നുള്ളത് ഫൈനാൻസിലൊരു ബേസിക് കോൺസെപ്റ്റാണ്. ദർ ഇസ് എ ടൈം വാല്യൂ ഫോർ മണി. ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദി നോർമൽ റിട്ടേൺ ദാറ്റ് യു ക്യാൻ ഏൺ ഫ്രം യുവർ മണി ഇഫ് ഇറ്റ് വാസ് ഇൻവെസ്റ്റഡ് ഇൻ എ റിസ്ക് ഫ്രീ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളതാണ് അതിൻ്റെ ഡെഫിനിഷൻ. ടൈം വാല്യൂ ഓഫ് മണിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ഫൈനാൻസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, ഫസ്റ്റ് ചാപ്റ്റർ എന്തായിരിക്കും? ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഏത് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ എടുത്താലും ആദ്യത്തെ ചാപ്റ്റർ എന്തായിരിക്കും? ടൈം വാല്യൂ ഓഫ് മണി. അവിടെ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്, ബാക്കിയുള്ളതെല്ലാം തുടങ്ങുന്നത്. അപ്പോൾ ബേസിക് അസംഷൻ എന്താണ്? പണത്തിനൊരു സമയമൂല്യമുണ്ട്. നിങ്ങളുടെ പൈസ ഒരാളെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ എത്ര സമയം ആ പൈസ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നോ അതിനൊരു മൂല്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് ആദ്യം തന്നെ നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. ആ മൂല്യം എന്ന് പറയുന്നത് എന്താണ്? ഒരു റിസ്ക്കും എടുക്കാതെ റിസ്ക് ഫ്രീ ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ ആ പൈസ കൊണ്ടുപോയി വെച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിരുന്ന ബേസിക് റേറ്റ് ഓഫ് റിട്ടേൺ ആണ് ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത്. ഓക്കെ, ഇസ്ലാം അതിനെ അംഗീകരിക്കുന്നില്ല. പണത്തിന് അങ്ങനെ ഒരു സമയമൂല്യം ഇല്ല. പണത്തിന് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ട്. ദർ ഇസ് എൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. എന്താ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്? 2 പ്രൊജക്റ്റുകളുണ്ട്. ഇവിടെ നിക്ഷേപിച്ചിരുന്നെങ്കിൽ 12% കിട്ടും, ഇവിടെ നിക്ഷേപിച്ചിരുന്നെങ്കിൽ 8% കിട്ടും. അപ്പോൾ ഈ പ്രൊജക്റ്റ് വേണ്ടാന്ന് വെച്ചിട്ട് നിങ്ങൾ ഇവിടെ 8% ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണ്? 4%. വാട്ട് യു ലൂസ് ബൈ നോട്ട് സെലക്ടിങ് ദിസ് പ്രൊജക്റ്റ്. അതിനെ ഇസ്ലാം നിരാകരിച്ചിട്ടില്ല. പക്ഷെ ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത് ഇസ്ലാം അംഗീകരിച്ചില്ല. കാരണം എന്താണ്? മണി എന്ന് പറയുന്ന ഒരു ഒറിജിനൽ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷനേ അല്ല. ഇറ്റ്സ് നോട്ട് ഒറിജിനൽ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. ഇറ്റ്സ് ഓൺലി എ സ്റ്റോർ ഓഫ് വാല്യൂ. പാസ്റ്റ് വാല്യൂവിൻ്റെ ഒരു സ്റ്റോറേജ് മാത്രമാണ് പൈസ. അതൊരു ഇക്കണോമി. അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. അത് വലിയൊരു വാസ്റ്റ് ടോപ്പിക്കാണ്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇത് പൂർത്തീകരിക്കില്ല. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ്. പിന്നെ അതിൻ്റെ മറ്റൊരു പേര് റിബാ അൽ ഖുർആൻ. എന്തുകൊണ്ടാണ് റിബാ അൽ ഖുർആൻ എന്ന് പറയുന്നത്? ഖുർആനിൽ നിരോധിച്ച പലിശ ഏതാണ്? റിബാ നസിയ ആണ്. അതുകൊണ്ട് അതിനെ റിബാ അൽ ഖുർആൻ എന്ന് പറയുന്നത്. അതിന് മറ്റൊരു പേര് റിബാ അൽ ജാഹിലിയ. എന്താ കാരണം? ഇതൊക്കെ നിങ്ങൾ ഇൻ്റർചേഞ്ചബിളി പല സ്ഥലത്തും കാണും. റിബാ അൽ ജാഹിലിയ എന്ന് അതിന് പറയാനുള്ള കാരണം, ജാഹിലിയ കാലഘട്ടത്തിൽ അറബികൾ പ്രാക്ടീസ് ചെയ്തിരുന്ന പലിശ എന്ന് പറയുന്നത് ഏതാ? ഈ പലിശയാണ്, റിബാ അൽ ജാഹിലിയ. പിന്നെ റിബാ അൽ ഖർള്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഖർള് എന്ന് പറഞ്ഞാൽ ലോണാണ്. ഖർള് എന്ന് പറഞ്ഞാൽ ലോണാണ്. ലോണുകളിൽ വരുന്ന പലിശ എന്ന് പറയുന്നത് ഇതാണ്. റിബാ ദുയൂൻ എന്ന് പറയും, ഡെപ്റ്റ്സ്. എന്താ ലോണും ഡെപ്റ്റും തമ്മിലുള്ള വ്യത്യാസം? ഖർളും ദൈനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആയത്തു ദൈനുണ്ട് അല്ലേ? ഖർളും ദൈനും തമ്മിലൊരു വ്യത്യാസമുണ്ടോ? ടെക്നിക്കലി ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണ്? ഖർളോ? ഖർള് ഖർള് എന്ന് പറഞ്ഞാൽ ഒരു പ്യുവർ ലോൺ കോൺട്രാക്റ്റ് ആണ്. ഒരാൾക്ക് ഞാൻ 1 ലക്ഷം റുപ്യ കടം
കൊടുക്കുന്നു. അതിനെ കർള് എന്ന് പറയുന്നു. ദൈൻ എന്ന് പറയുന്നത് സാമ്പത്തിക ക്രയവിക്രയങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന കടങ്ങളാണ്. ഉദാഹരണത്തിന് ഞാനൊരു ട്രേഡറാണ്, ഞാൻ മാല് പർച്ചേസ് ചെയ്തു, എന്തെങ്കിലും എൻ്റെ സ്റ്റോക്ക് ക്രെഡിറ്റിനാണ് പർച്ചേസ് ചെയ്തത്. ആ ക്രെഡിറ്റ് എന്താണ്? ദൈനാണ്. ദൈൻ ഭാഷാപരമായിട്ടല്ല ഞാൻ പറയുന്നത്. ഭാഷാപരമായിട്ട് ചിലപ്പോൾ ഇത് രണ്ടും എന്തായിരിക്കും? പര്യായ പദങ്ങളായിരിക്കും. പക്ഷേ ഒരു ടെക്നിക്കൽ സെൻസിൽ ഇത് രണ്ടും വേർതിരിച്ചിട്ടുണ്ട്. ആ വേർതിരിവ് നമുക്ക് പല സ്ഥലത്തും കാണാനും സാധിക്കും. ഒരു പ്യുവർ ലോൺ കോൺട്രാക്റ്റിനാണ് എന്ത് പറയുക? കർൾ എന്ന് പറയുക. വ്യാവസായിക വാണിജ്യ പ്രവർത്തനങ്ങളുടെ ഫലമായി നിരന്തരമായി ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കടങ്ങളെ നമ്മൾ എന്ത് പറയുന്നു? ദൈൻ. അത് ഉണ്ടാക്കുക തന്നെ ചെയ്യും. നിങ്ങൾ കച്ചവടത്തിൽ ഇറങ്ങിയാൽ 0% നിങ്ങൾക്ക് കട ഒഴിവാക്കാൻ കഴിയില്ല. കുറച്ച് ഇപ്പം നിങ്ങൾ എല്ലാം റെഡി ക്യാഷിൽ കൊടുക്കുന്ന ഒരു ട്രേഡറാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ക്രെഡിറ്റ് പർച്ചേസ് തന്നെ ചെയ്യാറില്ല. പക്ഷെ എന്നാലും ചെറിയ സമയത്തേക്കെങ്കിലും എന്തുണ്ടാകും? ക്രെഡിറ്റ് ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? ഉദാഹരണത്തിന് 10 ലക്ഷത്തിൻ്റെ ഒരു ചരക്കങ്ങൾ എടുത്തു, എന്നിട്ട് ആ സാധനം അവിടുന്ന് കയറ്റി അവിടുന്ന് ഇങ്ങോട്ട് വിട്ടു. ഓക്കെ, എന്നിട്ടായിരിക്കുമല്ലോ നിങ്ങൾ പേയ്മെൻറ്റ് കൊടുക്കുക. അപ്പോൾ ചെറിയൊരു ഡിലേ എങ്കിലും വരൂലേ? ആ സമയത്ത് നിങ്ങളെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ? കടക്കാരനായിട്ടല്ലേ മരിക്കണത്? ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? അതായത് ഒരാൾ ക്രെഡിറ്റിൽ പർച്ചേസ് ചെയ്യുന്ന ആളാണ്. സപ്ലയർ തരുന്ന ക്രെഡിറ്റ്, എനിക്ക് 2 മാസത്തെ ക്രെഡിറ്റ് ഉണ്ട്, അത് ഉപയോഗപ്പെടുത്തുന്ന ആളാണ് ഞാൻ. 2 മാസം കൊണ്ട് എന്താണ്? എനിക്ക് പലിശ ഇല്ലാത്ത ക്രെഡിറ്റ് തരും. 10 ലക്ഷം റുപ്യൻ്റെ സാധനം ഞാൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പർച്ചേസ് ബില്ല് ജനറേറ്റ് ചെയ്ത് 2 മാസത്തിനുള്ളിൽ ഞാൻ പൈസ കൊടുത്താൽ മതി. ആ 2 മാസത്തേക്ക് എനിക്ക് എന്ത് കിട്ടുന്നുണ്ട്? ചരക്കൻ്റെ കയ്യിൽ കിട്ടുന്നുണ്ട്, അത് ഞാൻ വിൽക്കുന്നുണ്ട്, അവിടുന്ന് പൈസ വരുന്നുണ്ട്, അത് ഞാൻ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഒരാളത് ചെയ്യുന്നില്ല, റെഡി ക്യാഷ് കൊടുത്തുകൊണ്ടാണ് ബിസിനസ് ചെയ്യുന്നത്. അതിന് അയാൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ടും കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുക. എന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ഒരു കച്ചവടക്കാരൻ എന്നുള്ള നിലക്ക് നിങ്ങളുടെ ഡെപ്റ്റിൻ്റെ പൊസിഷൻ അറ്റ് എനി പോയിന്റ് ഇൻ ടൈം 0യിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയില്ല. ഇമ്പോസിബിളാണ്. എത്ര ശ്രമിച്ചാലും കഴിയില്ല. പറഞ്ഞത് ബോധ്യപ്പെടും. നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഷോർട്ട് പീരീഡിനെങ്കിലും കട ഉണ്ടാവും. അതെ അതെ കൊടുത്തിട്ടില്ല. അതൊരു ഒരു കോൺട്രാക്ട് ഫലമായിട്ട് ഉണ്ടായതാണ്. അതാണ് ഞാൻ ബ്ലഡ് മണി കൊടുക്കണം, ദിയ്യത്ത് കൊടുക്കണം. അതെ അതെ ദൈൻ. ദൈൻ അതിൽ കർളും വരും. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതിൻ്റെ വിവിധ പേരുകളാണ്. എന്താണെന്നുള്ളതിലേക്ക് നമ്മൾ പോകുന്നുള്ളൂ. ഇനി റിബ അൽ ഫളൽ എന്ന് പറയുന്ന ഒരു പലിശയും ഉണ്ട്. നമ്മൾ ഈ പറയുന്ന പലിശയ്ക്ക് പുറമെ അതിൻ്റെ മോഡേൺ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പരിമിതമാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അറിയുന്ന ആളുകളും കുറവാണ്. പക്ഷേ അത് വലിയ അളവിൽ എവിടേക്കാണോ അത് അപ്ലിക്കബിൾ ആകുന്നത് അവിടെ അത് വലിയ അളവിൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കറൻസി ട്രാൻസാക്ഷനിൽ മുഴുവൻ എന്താണ് വരുന്നത്? റിബ അൽ ഫളലാണ് വരുന്നത്. കറൻസി മാർക്കറ്റ് എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയൊരു മാർക്കറ്റുമാണ്. ദിവസം എത്രയോ കോടി, നമ്മളുടെ ഇമാജിനേഷൻ അപ്പുറത്തുള്ള വോള്യമാണ് ആ മാർക്കറ്റിൽ. എല്ലാം റിബ അൽ ഫളലിന് ബന്ധപ്പെട്ടുകൊണ്ടാണത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ റിബ അൽ ഫളൽ, ഇറ്റ് ഈസ്, ആ ഫളൽ എന്ന പദം എന്തിനെ കുറിക്കുന്നു? കമ്മോഡിറ്റീസിനെ അല്ലേ, വസ്തുവകൾ അല്ലേ, വർധനവ്, ഉള്ള വർധനവ് അധികം വരുന്നത്. അപ്പോൾ അത് 2 സംഗതികൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ മാത്രമേ വരുള്ളൂ. അതിലുള്ള അധികത്തെ കുറിക്കുന്ന പദമാണ് ഫളൽ. ആ വർധനവ്, ആ സിയാദത്തിനെ കുറിക്കുന്നതിനാണ് ഫളൽ എന്ന് പറയുന്നത്. അത് റിബ സുന്നയാണ്. കാരണം എന്താണ്? റിബൽ ഫളിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഖുർആനിൽ കാണാൻ കഴിയില്ല, പക്ഷെ ഹദീസിൽ ധാരാളമായിട്ട് കാണാൻ സാധിക്കും. പിന്നെ അതിന് റിബൽ ബുയൂ, എക്സ്ചേഞ്ചിൽ വരുന്ന, കച്ചവടത്തിൽ വരുന്ന പലിശയായതുകൊണ്ട് അതിന് റിബൽ ബുയൂ എന്നും പറയുന്നു. ഇനി റിബ നസിയ എന്നുള്ളതിനെ കുറിച്ച് നമ്മളൊന്ന് കുറച്ചും കൂടി വിശദമായിട്ട് മനസ്സിലാക്കുക. അതിൻ്റെ ഖുർആനിക് വേഴ്സസ് എന്ന് പറയുന്ന ആലു ഇമ്രാൻ 130, ബാക്കി
275 മുതൽ 281 വരെയുള്ള ആയത്തുകൾ അൽ ബഖറയിലെ. ഇതാണ് റിബനെ കൈകാര്യം ചെയ്യുന്ന ആയത്തുകൾ എന്ന് പറയുന്നത്. അതിൽ റിബ ഹറാമാണ്. ഇത് ഇങ്ങനെ പറയാനുള്ള കാരണം, നിങ്ങൾ പലിശ എന്ന സംഗതിയുമായിട്ട് ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള വിദണ്ഡവാദങ്ങളും ഉണ്ടാവും. ഒന്ന്, ഖുർആനിൽ ഖണ്ഡിതമായിട്ടുള്ള നിരോധനം പലിശയെക്കുറിച്ചില്ല. ഒന്ന്, ഖുർആൻ നിരോധിച്ച പലിശ എന്ന് പറയുന്നത് ഇന്നത്തെ ബാങ്ക് ഇൻട്രസ്റ്റ് അല്ല. വേറൊന്ന്, ഇങ്ങനെ ഒരുപാട് വാദങ്ങൾ പലിശയെക്കുറിച്ച് നിലനിൽക്കുന്നുണ്ട്. ഇതിനെ നമ്മൾ ഇപ്പോൾ ഈ ഫിനാൻസിൻ്റെ സ്റ്റുഡൻസ് എന്നുള്ള നിലയ്ക്ക് ഇതിനെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ നമ്മളെ ഗ്രൗണ്ടിങ് വളരെ പ്രോപ്പറായിരിക്കണം പലിശയെക്കുറിച്ചുള്ള. അതിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഓക്കെ, ഇനി പലിശയുടെ ഖണ്ഡിതമായ നിരോധനം വരുന്ന ആയത്ത് എന്ന് പറയുന്നതാണ് 275 ആയത്ത്. ഏത്? അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ എന്ന് അള്ളാഹു. അതിന് മുന്നേ ഒരുപാട് അതല്ലാത്ത ആയത്തുകളിൽ പലിശയുടെ ദൂഷ്യങ്ങൾ, ഇരട്ടിക്ക് പലിശയായി നിങ്ങൾ വാങ്ങരുത് എന്നുള്ള അത് പല സന്ദർഭങ്ങളിൽ അവതരിച്ച ആയത്തുകളായതുകൊണ്ട് പലിശയെ പല രീതിയിലും അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഖണ്ഡിതമായ നിരോധനം ഖുർആനിൽ ഉണ്ട്. അതിന് ഏതേ ഉദ്ധരിക്കേണ്ടതുള്ളൂ? 275 ഈ ആയത്ത് മാത്രമേ തെളിവായിട്ട് ഉദ്ധരിക്കേണ്ട ആവശ്യമുള്ളൂ. കൃത്യമായിട്ട് അള്ളാഹു എന്ത് പറയുന്നുണ്ട്? അള്ളാഹു കച്ചവടം അനുവദിക്കുകയും പലിശ നിരോധിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന്. അതിനു മുമ്പ് ഏത് പറയുന്നുണ്ട്? ഇതാ, ട്രേഡ് ഈസ് ജസ്റ്റ് ലൈക്ക് ഇൻട്രസ്റ്റ്, ഇന്നൽ ഭയം മിസ്ലു റിബ എന്നുള്ള ആ സംഗതി ഉണ്ടല്ലോ. ഇത് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പറയുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം? ഈ കച്ചവടവും ഇപ്പോൾ ഇന്ന സംഗതി ഇൻട്രസ്റ്റ് ആണ്, ഇന്ന സംഗതി സഹീഹായിട്ടുള്ള ബൈ ആണെന്ന് നമ്മൾ പറഞ്ഞാൽ പല ആളുകളും ഈസി ആയിട്ട് പറയുന്നൊരു സംഗതി. ഉദാഹരണത്തിന് ഇജാറ, ഇസ്ലാമിക് ബാങ്കിൻ്റെ ഒരു ഇജാറയും ഒരു വെഹിക്കിൾ ലോണും തമ്മിലുള്ള വ്യത്യാസം പ്രത്യക്ഷത്തിൽ ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിളായിട്ട് തോന്നാം. പക്ഷേ ഇത് രണ്ടും വളരെ പോൾ എപ്പാർട്ടായിട്ടുള്ള രണ്ട് സംഗതികളാണ് എന്നുള്ളതാണ് ഖുർആൻ പറയുന്നത്. എന്താണ്? കച്ചവടവും പലിശയും ഒരേപോലെ ആവുകയില്ല എന്ന് ആ ആയത്തിൽ തന്നെ അള്ളാഹു പറയുന്നുണ്ട്. പിന്നെ ഇത് പ്രവാചകൻ്റെ ഹജ്ജത്തുൽ വദായിലെ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം, അതിലെ ഒരു ഭാഗമാണ് അത് ഈ പലിശ നിരോധിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ സംസാരം എന്ന് പറയുന്നത്. ഇതൊക്കെ തെളിവുകൾ കേട്ടോ, നമ്മളെ തെളിവുകൾ കൃത്യമായിരിക്കണം എന്നുള്ളതിന് വേണ്ടിയിട്ട് പറയണം. അതൊരു അക്കാഡമിക് ഡിസ്കോഴ്സ് ആയതുകൊണ്ട് അതൊക്കെ പറഞ്ഞു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇനി ഈ ഒരു സംഗതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് പലിശ എന്നത് കൃത്യമായിട്ടുള്ളൊരു ഡെഫിനിഷൻ ആവശ്യമാണ്. അതിന് താരീഫ് വേണം. ഈ കൃത്യമായിട്ടുള്ള ഡെഫിനിഷൻ ഇല്ലെങ്കിൽ പല കൺഫ്യൂഷനുകളും ഉണ്ടാകും. ആ ഡെഫിനിഷൻ ഒരുപാട് സ്ഥലത്തുണ്ട്. അതിലൊന്ന്, ഈ ഖുർആൻ വ്യാഖ്യാതാക്കൾ ഖുർആൻ ഈ വാക്യങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ട് അതിന് ഡെഫിനിഷൻ നൽകിയിട്ടുണ്ട്. അതിലൊന്നാണ് ഇമാം അബൂബക്കർ അൽ ജസ്സാസ് അദ്ദേഹത്തിൻ്റെ അഹ്കാമുൽ ഖുർആനിൽ കൊടുത്തിരിക്കുന്ന വിശദീകരണം. The usury that Arabs knew and practiced was the loan of dirhams and dinars for a period in excess of the amount borrowed over what they agreed upon. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഏതൊരു ലോൺ കോൺട്രാക്റ്റിനെ പോലെ ഉള്ള ഒരു ഇടപാട് തന്നെയായിരുന്നു എന്ത് അറബികൾ പ്രാക്ടീസ് ചെയ്തിരുന്നത്. അതിനെയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നിരോധിച്ചിട്ടുള്ളത് എന്നുള്ള അതിൻ്റെ ബേസിസിൽ അദ്ദേഹം അതിന് കൃത്യമായിട്ടുള്ളൊരു ഡെഫിനിഷനും കൊടുത്തിട്ടുണ്ട്. ഡെഫിനിഷൻ ഓഫ് റിബ എന്ന് പറയുന്നത് എന്താണ്? തൊട്ടടുത്ത വാക്യത്തിൽ അദ്ദേഹം പറയുന്നു, വൽ ഖർള് അൽ മഷ്റൂത്ത് ഫിഹിൽ അജൽ വസിയാദത്തുൽ മാൽ അലൽ മുസ്തഖ്രിദ്. അതിൽ ഒരു വർധനവുള്ള ലോണിനെയാണ് പലിശ എന്ന് പറയുന്നത്. അതിലൊരു കാലാവധി ഉണ്ടാകും. ഇവിടെ വളരെ പ്രധാനമായിട്ടുള്ളൊരു സംഗതി ഈ ഖർള് എന്നുള്ളതാണ്. റിബ എൻ നസിയ എന്നത് സംഭവിക്കാൻ എന്ത് വേണം? അവിടെ എന്തുണ്ടാകണം? ഖർളുണ്ടാകണം. അപ്പോൾ സമീർ സാഹിബ് പറഞ്ഞതുപോലെ ദൈന് ഖർള് എന്ന് പറയുന്നത് ഒരേ സ്വഭാവത്തിലുള്ളത് ആണ് എങ്കിലും ഈ ഖർള് എന്ന പദം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സെൻസിൽ, അത് സാമ്പത്തികമായിട്ടുള്ള ആ ഒരു ക്രയവിക്രയത്തെ മാത്രം സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ഒരു ഡെപ്റ്റ് ഇല്ലാതെ എന്തുണ്ടാവില്ല? ഡെപ്റ്റ് ഇല്ലാതെ റിബ നസിയ ഉണ്ടാവുകയില്ല. ഡെപ്റ്റ് ഇല്ലാത്ത അവസ്ഥയിൽ അവിടെ പലിശ ഉണ്ടാകുക എന്ന് പറയുന്നത് സംഭവ്യമല്ല. പറയുന്നത് ക്ലിയർ ഉണ്ടോ?
ഇസ്ലാം നിരോധിച്ച പലിശ എന്ന് പറയുന്നത് വരണമെങ്കിൽ, റിബാൻ നസിയനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് വരണമെങ്കിൽ എന്ത് വേണം? ഒരു ഡെപ്റ്റ് ട്രാൻസാക്ഷനിലേ അത് വരുള്ളൂ. അപ്പം ആദ്യമായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടത് എന്താണ്? സംഗതി ഒരു കടമാണോ അതല്ല കച്ചവടമാണോ? കച്ചവടത്തിൽ വർദ്ധിപ്പിക്കുന്നത് ഹലാലും കടത്തിൽ വർദ്ധിപ്പിക്കുന്നത് ഹറാമുമാണ്. അള്ളാഹു നിരോധിച്ചത് കടത്തിൽ വർദ്ധിപ്പിക്കുന്നതിനെയാണ്, അല്ലാതെ കച്ചവടത്തിൽ വർദ്ധിപ്പിക്കുന്നതിനെയല്ല. കച്ചവടത്തിൽ വർദ്ധിപ്പിക്കുന്നതിനെ ലാഭം എന്ന് നമ്മൾ പറയുന്നു, കടത്തിൽ വർദ്ധിപ്പിക്കുന്നതിനെയാണ് വിശേഷിച്ചും ഇസ്ലാം പലിശ എന്ന് അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സംഗതി വളരെ പ്രധാനമാണ്. ഇനിയുള്ള എല്ലാ അനാലിസിസിനും ഈ ഒരു സംഗതി വേണ്ടി വരും. അതിൽ മാത്രം പരിമിതമല്ല. ഓക്കെ, പിന്നെ ഇനി നമ്മൾ കുറച്ചൊന്ന് പ്രാക്ടിക്കൽ സ്ഫിയറിലേക്കും കൂടി ഒന്ന് പോകാം. അതൊന്ന് അരക്കിട്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇസ്ലാം എന്തുകൊണ്ടാണ് പലിശ നിരോധിച്ചത്? ഏതൊരു സംഗതിയും നിരോധിക്കപ്പെടുന്നത് അള്ളാഹു നിരോധിക്കപ്പെടുന്നത് കൊണ്ടാണ്, അള്ളാഹുവിൻ്റെ ഹുക്കും ഉള്ളത് കൊണ്ടാണ്. അതിനൊരു ഹിക്മത്ത് കൂടി ഉണ്ടാവും. എല്ലാ ഹുക്കുമുകൾക്കും എന്തുണ്ട്? ഹിക്മത്തുണ്ട്. ആ ഹിക്മത്തുകൾ നമുക്ക് അപ്പം മനസ്സിലായില്ല എന്ന് വരും. പക്ഷേ ഒരു അക്കാഡമിക് എക്സർസൈസ് എന്നുള്ള നിലക്ക് എന്തുകൊണ്ടാണ് ഇസ്ലാം പലിശ നിരോധിച്ചത്? ഒന്ന് പറഞ്ഞു നോക്കി. ഇതിലെല്ലാവർക്കും ആൻസർ പറയാം കേട്ടോ. കൂടുതൽ പഠിച്ച ആൾക്കാർ പറയണതാണ് ഇതിൽ നല്ലത്. എന്താണ് ചൂഷണം? നമ്മൾ മനസ്സിലാക്കിയ ചൂഷണം എന്താ? ആവശ്യക്കാരനെ പിഴിയുക, അവൻ്റെ ആവശ്യത്തിൽ പിഴിയുക. ഓക്കെ, അത് ശരിയാണ്, അത് നടക്കുന്നുണ്ട്. പലിശയിൽ അത് നടക്കുന്നുണ്ട്. പക്ഷെ പലിശ കൊണ്ട് നടക്കുന്നത് അത് മാത്രമല്ല. അത് പലിശൻ്റെ ഒരു പ്രശ്നം തന്നെയാണ്. അത് വളരെ വലിയ രീതിയിൽ നടക്കുന്ന സ്ഥലങ്ങളുമുണ്ട്. പക്ഷെ പലിശൻ്റെ പ്രശ്നം ഇതിനെക്കാട്ടിലൊക്കെ വലുതാണ്. അതൊരു ആലങ്കാരിക പ്രയോഗമല്ലേ എന്ന് പറഞ്ഞാൽ അതിൽ ആശയം ശരിയാണ്. പക്ഷെ എന്താണ് യഥാർത്ഥത്തിൽ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങളെന്താ പറഞ്ഞത് ജുമാൻ സാഹിബ്? അത് വളരെ വാലിഡ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. ക്യാപിറ്റൽ അല്ല, മറ്റൊന്ന് കൊളാറ്ററൽ. പിന്നെ വേറെന്തെങ്കിലും കാരണമാകുന്നു? എങ്ങനെ? ആ ആ പ്രശ്നം അതന്നെ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ നമുക്കൊന്ന് നോക്കി നോക്കാം. ഇപ്പോൾ ഈ അദ്ദേഹം പറഞ്ഞതാണ് അടിസ്ഥാനപരമായി പലിശയെക്കുറിച്ച് എല്ലാവരുടെയും ധാരണ. ഇല്ലാത്തവൻ്റെ ഇല്ലായ്മയെ ചൂഷണം ചെയ്യാനുള്ള ഒരു ഉപാധിയാണ്
പലിശ. ശരിയാണ്, തെറ്റാണെന്നല്ല പറയുന്നത്. പക്ഷേ അത് തികച്ചും വൈയക്തിക ഒരു ഫൈനാൻഷ്യൽ സിസ്റ്റത്തിൽ ആ ഒരു സംഗതി ഉണ്ടാക്കുന്നതിനേക്കാൾ വലിയ വിപത്തുകൾ എന്തുണ്ടാക്കുന്നുണ്ട്? പലിശ ഉണ്ടാക്കുന്നുണ്ട്. പലിശ ബാധിക്കാത്ത ഒരു മേഖലയില്ല. ഒന്ന്, അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്, പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, എല്ലായിടത്തും എന്ത് സ്വാധീനം ചെലുത്തുന്നുണ്ട്? പലിശ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഈ തിന്മകളൊക്കെ പലിശാധിഷ്ഠിതമായിട്ടുള്ള ഒരു വ്യവസ്ഥിതിയിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പലിശ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ തന്നെ നമ്മൾ ഇക്കോണമിയിൽ നിന്ന് ആ വേരിയബിൾ അങ്ങ് എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ ഇല്ലാതാവുകയും അത് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ ഇല്ലാതാവുകയും ചെയ്യും. നമുക്കൊന്ന് നോക്കി നോക്കാം. ഇദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഇക്കണോമിസ്റ്റാണ്, ലെസ്റ്റർ കാൾ തിറോ. ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയൊരു ഇക്കണോമിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് ഞാൻ ഹൈലൈറ്റ് ചെയ്ത പ്രധാന ഭാഗം, ക്രെഡിറ്റ് therefore tends to go to those who are lucky rather than smart or meritocratic. The banking system thus tends to reinforce the unequal distribution of capital. ഒന്ന്, ക്യാപിറ്റൽ ഡിസ്ട്രിബ്യൂഷനിൽ ഇക്വാളിറ്റി ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. While deposits come from a broader cross-section of the population, their benefit goes mainly to the rich. അത് എങ്ങനെയെന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. മൂന്ന് പ്രധാന പ്രശ്നമാണ്. മൂന്ന് അതായത് ഒരു ഇക്കോണമിയുടെ പ്രധാനപ്പെട്ട മൂന്ന് ഫേസസിലും എന്ത് സ്വാധീനം ചെലുത്തുന്നുണ്ട്? പലിശ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഒന്ന്, അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. എങ്ങനെയാണ് സ്വാധീനം ചെലുത്തുന്നത്? പലിശക്ക് കടം കൊടുക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് വരുന്നതോടുകൂടി എന്ത് സംഭവിക്കുന്നു? ഫിക്സഡ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അവിടെ വേരുറക്കുകയും ഇക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ ആക്ച്വൽ റിസ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ഒരു ഫൈനാൻസിങ് സംസ്കാരം വളർന്നു വരികയും ചെയ്യും. ഒന്ന് എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു ഓൺട്രപ്രന്യൂറാണ്, നിങ്ങൾക്ക് എൻ്റർപ്രൈസിന് പൈസ ആവശ്യമുണ്ട്, പക്ഷേ പലിശ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ അതെങ്ങനെയാണ്? ഞാൻ എൻ്റെ പൈസ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി തരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിന് എനിക്ക് എന്ത് തരണം? നിങ്ങളെനിക്ക് ഒരു റെമ്യൂണറേഷൻ ഓൺ ക്യാപിറ്റൽ തരണം. നിങ്ങളുടെ റിസ്കിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയില്ല. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നിലനിൽക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഈ രീതിയിൽ ഫങ്ഷൻ ചെയ്യുമ്പോൾ അവിടെ എന്ത് പ്രധാനമായി വരുന്നു? എൻ്റെ ക്യാപിറ്റലിനെ നിങ്ങൾ സെക്യൂർ ചെയ്യണം എന്നുള്ള കോൺസെപ്റ്റ് വളരെ പ്രധാനമായി തീരും. അല്ലേ ഷെയ്ദ് സാർ? അല്ലേ? നിങ്ങൾ ഫൈനാൻസിയറാണ്, ഞാനത് യൂസ് ചെയ്യുന്ന ആളാണ്. നിങ്ങളുടെ ക്യാപിറ്റൽ ഞാൻ സെക്യൂർ ചെയ്യണം. ഒന്ന്, മൈ ക്യാപിറ്റൽ ഷുഡ് ബി സെക്യൂർ, ദെൻ മൈ ഇൻട്രസ്റ്റ് ഷുഡ് ബി സെക്യൂർ. ഇതാണല്ലോ പലിശാധിഷ്ഠിതമായിട്ടുള്ള സിസ്റ്റങ്ങളോട് പറയുന്നത്. അപ്പോൾ ആ സെക്യൂരിറ്റി ഞാൻ എങ്ങനെ കണ്ടെത്തും? ഞങ്ങൾ എൻ്റർപ്രൈസിലും അതിൻ്റെ റിസ്കിലും റിവാർഡ്സിലും ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ എത്ര പൈസ ഉണ്ടാക്കിയാലും അതിൻ്റെ ഒരു ഷെയർ എനിക്ക് വരുന്നില്ല. ഇനി നഷ്ടമാണെങ്കിൽ അതിലും ഞാൻ ഭാഗവാക്കല്ല. അപ്പോൾ എനിക്കെൻ്റെ ക്യാപിറ്റലും റിട്ടേണുമാണ് എൻഷുർ ചെയ്യേണ്ടത് എങ്കിൽ അത് ഞാൻ എങ്ങനെ ചെയ്യുക? അതിനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് എന്താ? ഒരു ഇൻട്രസ്റ്റ് ബേസ്ഡ് സിസ്റ്റത്തിൽ ആയിക്കോട്ടെ, ഇൻട്രസ്റ്റിൻ്റെ വിശദീകരണങ്ങൾ എന്തൊക്കെ ആയിക്കോട്ടെ, ഞാൻ ചോദിക്കുന്നത് വളരെ പ്രായോഗികമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഞാനൊരു ഇൻട്രസ്റ്റിൽ ഫൈനാൻസ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ എൻ്റെ ക്യാപിറ്റലിൻ്റെയും റിട്ടേണിൻ്റെയും സെക്യൂരിറ്റി ഞാൻ എങ്ങനെ എൻഷുർ ചെയ്യും? വാട്ട് ഈസ് ദ മെക്കാനിസം? ആ ഉറപ്പ് എന്താണ്? നിങ്ങളിൽ പൈസ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? അതെനിക്ക് ഈടായിട്ട് കിട്ടുകയും വേണം. കൊളാട്രൽ എന്ന് പറയുന്നതിന് ഭയങ്കര വലിയ പ്രാധാന്യം എവിടെ കൈവരുന്നു? ഇൻട്രസ്റ്റ് ബേസ്ഡ് ഫൈനാൻസിങ്ങിൽ കൈവരുന്നു. കൊളാട്രൽ ഇല്ലാതെ എന്ത് ഫങ്ഷൻ ചെയ്യൂല? ഇൻട്രസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇക്കോണമി അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സിസ്റ്റം ഫങ്ഷൻ ചെയ്യുകയില്ല. ആയിക്കോട്ടെ, അതിന് വേറെ തന്നെ ഇതുണ്ട്, ന്യായങ്ങളുണ്ട്. നമ്മൾ ആ കൊളാട്രൽ വാങ്ങൽ തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. ഇൻട്രസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇക്കോണമിയിൽ കൊളാട്രൽ ഉള്ള ആളുകൾക്ക് മാത്രം ഫണ്ടിങ് ലഭിക്കുന്നു എന്നുള്ളതാണ്. അതിനുള്ള എല്ലാവിധ സ്റ്റാറ്റിസ്റ്റിക്സും ആര് നൽകുന്നുണ്ട്? നമ്മളല്ല പറയുന്നത്. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് വരെ ഇത് അംഗീകരിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. നമുക്ക് IMFൻ്റെ വർക്കിംഗ് റിപ്പോർട്ടിൽ നിന്ന് തന്നെ ഇത് മനസ്സിലാവും. ഒന്ന്, സ്റ്റാർട്ടപ്പ് ഫൈനാൻസിൽ വരുന്നുണ്ട്,
കൊളാട്രൽ ഇല്ലാതെ കൊടുക്കുന്ന ചെറിയ ചെറിയ ലോണിനെ കുറിച്ചല്ലേ അബ്ദുൽ ലത്തീഫ് സാഹിബ് പറയുന്നത്. കൊളാട്രൽ ഫ്രീ ലോൺ അല്ലേ? അത് മൊത്തം ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ വളരെ വളരെ മിനിസ്ക്യൂൾ പെർസെൻറ്റേജ് ആണ്. അതാണ് പറയുന്നത്. അത് ഇവിടെയും അവിടെയും കുറച്ച് ഓണ്ടർപ്രന്യൂഴ്സിന് കൊളാട്രൽ ഫ്രീ ആയിട്ടുള്ള ലോണ് എന്ന് പറയുന്നതല്ല, മൊത്തം ഫൈനാൻസിങ്ങിൻ്റെ വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദി ഫൈനാൻസിങ് ഗോസ് ടു സച്ച് പീപ്പിൾ എന്നുള്ളതാണ്. ഒന്ന്, ഈ ഫണ്ട്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? ഫണ്ട്സിൻ്റെ പൈസ ഈ ലോണ് കൊടുക്കുന്ന പൈസ ആരുടേതാണ്? ഡെപ്പോസിറ്റേഴ്സ് എന്ന് പറയുന്നത് റിച്ച് മാത്രമാണോ? അല്ല, സമൂഹത്തിലെ എല്ലാക്കിടയിലുമുള്ള ആളുകളുടെ കളക്റ്റീവ് പൂൾ ഓഫ് മണിയാണ് ബാങ്ക് എന്ത് ചെയ്യുന്നത്? ലോൺസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ? ഒരു ചെറിയ സേവിങ്സ് ബാങ്ക്, അങ്ങനെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന ചെറിയ 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 തുകകൾ, വലിയ ആളുകളുടെയും തുകകൾ, ഇതെല്ലാം കൂടിയിട്ടുള്ള ബാങ്കിൻ്റെ കയ്യിലുള്ള ലെൻഡബിൾ മണിയുടെ ക്രെഡിറ്റ് ക്രിയേഷൻ പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്? ഈ ലോൺ കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ സമൂഹത്തിൻ്റെ മൊത്തം പൈസ ബാങ്കുകൾ സ്വീകരിക്കുകയും അതിൽ കൊളാട്രൽ പവറുള്ള കുറച്ച് ആളുകളിലേക്ക് മാത്രം ഈ പൈസ തിരിച്ചു വിടുകയും ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് എന്ത്? ആക്ച്വലി ഇൻട്രസ്റ്റ് ബേസ്ഡ് ലെൻഡിങ് എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എഫക്റ്റാണ് വരിക. അതായത് ഈ പലിശ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വാലിഡ് ആയിട്ടുള്ള എല്ലാ ഫൈനാൻഷ്യൽ സിസ്റ്റത്തിലും ആരുടെയും പ്രത്യേകമായിട്ടുള്ള ഇടപെടലില്ലാതെ ഫൈനാൻഷ്യൽ സിസ്റ്റം ഇങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുള്ളൂ. നമ്മൾ പറയുന്നത് മൊത്തം ബാങ്കിങ് സിസ്റ്റത്തെ കുറിച്ചാണ്. അതായത് ഒരു മൊത്തം ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷനിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതായത് ആ ഒരു സിസ്റ്റത്തിന് വരുന്ന പ്രശ്നം ആണ്, അതിൻ്റെ കാര്യം നമ്മൾ വേറെ പറയുന്നുണ്ട്. ആ ഇൻട്രസ്റ്റിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് നമ്മൾ വേറെ പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ അലോക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. ഈ അലോക്കേഷനിൽ വരുന്ന പ്രശ്നം എന്ന് പറയുന്നത്, ഇനി പ്രൊഡക്ഷനിലേക്ക് പോവാം. ഈ അലോക്കേഷൻ എന്ന് പറയുന്ന ഭാഗം അവിടെ വെച്ചുകൊണ്ട് ഇനി പ്രൊഡക്ഷനിൽ എന്താ സംഭവിക്കുക? ഇവിടെ നമ്മൾ കണ്ടു, അലോക്കേഷൻ്റെ സമയത്ത് കൊളാട്രൽ കൊടുക്കാൻ കഴിയുന്ന ഒരു വിഭാഗം ആളുകളിലേക്ക്, ഓൾറെഡി റിച്ച് ആയിട്ടുള്ള, കൊളാട്രൽ ആർക്കാണ് കൊടുക്കാൻ സാധിക്കുക? ഓൾറെഡി ഒരു സ്പെസിഫിക് ലെവൽ ഓഫ് അഫ്ലുവൻസുള്ള ആളുകളുടെ കയ്യിലല്ലേ കൊളാട്രൽ ഉണ്ടാവുള്ളൂ. അവരിലേക്ക് വളരെയധികം സ്ക്യൂഡ് ആയിട്ടാണ് ഫൈനാൻസിങ് പോകുന്നത്. ഒന്നാമത്തെ സംഗതി, അലോക്കേഷനിൽ അതാ സംഭവിക്കുക. ഈ അലോക്കേഷനിൽ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പ്രൊഡക്ഷനിൽ എന്താ സംഭവിക്കുക? ആരടുത്ത പർച്ചേസിങ് പവർ ഉണ്ടാകുക? ഈ ക്രെഡിറ്റ് കിട്ടുകയും, ഉദാഹരണത്തിന് ഒരു വ്യക്തിക്ക് 10 കോടി രൂപയുടെ ആസ്തി ഉണ്ട്. ആ 10 കോടിയുടെ ഒരു ഭാഗം കൊളാട്രലായി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് വീണ്ടും എന്ത് ചെയ്യാൻ സാധിക്കും? ഫണ്ട്സ് സെക്യൂർ ചെയ്യാൻ സാധിക്കും. ആ ഫണ്ട്സ് സെക്യൂർ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുതലുകൾ വീണ്ടും വർദ്ധിപ്പിക്കാൻ അദ്ദേഹത്തിന് ആര് സഹായിക്കുന്നുണ്ട്? ഇവിടുത്തെ ഫൈനാൻഷ്യൽ സിസ്റ്റം അദ്ദേഹത്തിന് സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ യാതൊരു കൊളാട്രലും കൊടുക്കാൻ കഴിയാത്ത ആൾക്ക് എന്താണ്, എന്തെങ്കിലും ഒരു ഇതുണ്ടോ? ഇൻട്രസ്റ്റിൽ ഒരു ഫണ്ടിങ് സെക്യൂർ ചെയ്യാൻ അദ്ദേഹത്തിന് എന്തെങ്കിലും നോർമൽ മെത്തേഡ്സ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ആക്സസ് ടു ക്യാപിറ്റൽ എന്ന് പറയുന്നത് അത്തരക്കാർക്ക് 0 ആണ്. ഈ ഇൻട്രസ്റ്റ് ബേസ്ഡ് സിസ്റ്റത്തിൽ അത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം ആക്സസ് ടു ക്യാപിറ്റൽ എന്ന് പറയുന്നത് തീരെ ഇല്ല. ഇനി ഈ രീതിയിൽ അഫ്ലുവൻസ് ഉണ്ടാകുന്ന ആൾക്കാർക്ക് വേണ്ട പ്രൊഡക്ഷനാണ് ഇവിടെ നടക്കുക ഒരു ഇൻട്രസ്റ്റ് ബേസ്ഡ് സിസ്റ്റത്തിൽ. കാരണം അവരാണ് പർച്ചേസിങ് പവർ വർദ്ധിപ്പിക്കുന്നത്, അവരെ കയ്യിലാണ് ഡിസ്പോസിബിൾ ഇൻകം കൂടുതൽ ഉണ്ടാവുക. പ്രൊഡക്ഷൻ ഷിഫ്റ്റ്സ് ടുവേർഡ്സ് ദി ഫുൾഫിൽമെൻറ്റ് ഓഫ് റിക്വയർമെൻറ്റ് ഓഫ് ദി ഓൾറെഡി അഫ്ലുവൻറ്റ്. അതാണ് പ്രൊഡക്ഷനിൽ സംഭവിക്കുക. അപ്പോൾ കൂടുതൽ എന്തിന് ഇമ്പോർട്ടൻസ് കൈവരുന്നു? പറഞ്ഞോളൂ. അതെ, അല്ല അങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുക. അത് തന്നെയാണ് നമ്മളും പറയുന്നത്. അങ്ങനെ ഫങ്ഷൻ ചെയ്യുന്ന അവസ്ഥ എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളതിൻ്റെ അനാലിസിസാണ് നമ്മൾ നടത്തുന്നത്.
അതായത് ഞാൻ പറയുന്നത് ഞാൻ ഒന്നും കൂടി വ്യക്തമാക്കാം. ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ട്, പലിശ എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ടല്ലോ, അതായത് പൈസ പലിശക്ക് കൊടുക്കാം എന്നുള്ള സങ്കല്പം കൊണ്ട് ഒരു ഇക്കോണമിയിൽ ഉണ്ടാകുന്ന മാക്രോ ഇക്കണോമിക് ഇഫക്ട്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ ഇക്കോണമിയിലുള്ള ചെറിയ ഇൻഡിവിജ്വൽസ്, ബിസിനസ്സുകൾ, ഇൻഡിവിജ്വൽസ് എല്ലാം തന്നെ എന്ത് ഫോഴ്സിന് കീഴിലാണ് വർക്ക് ചെയ്യുക? മാക്രോ ഇക്കണോമിക് ഫോഴ്സസിന് കീഴിലാണ് വർക്ക് ചെയ്യുക. അപ്പോൾ ഒരു കച്ചവടക്കാരൻ എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് പൈസ എന്ന് പറയുന്ന ലക്ഷൂറിയസ് സെഗ്മെൻറ്റിൽ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ അത് നിങ്ങളെ മാത്രം കുറ്റമല്ല. അത് എങ്ങനെ ഇക്കോണമി അങ്ങനെ ആകുന്നത് കൊണ്ടാണ്, അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇക്കോണമി അങ്ങനെ ആകുന്നതിനുള്ള കാരണം അടിസ്ഥാനപരമായിട്ട് എന്താണ്? പലിശയാണ്. പലിശയുടെ അഭാവത്തിൽ ഇത് ഉണ്ടാവുകയില്ല, അല്ലെങ്കിൽ വലിയൊരളവോളം ഇത് സംഭവിക്കാനുള്ള എല്ലാ സാധ്യതകളും ഇസ്ലാം എങ്ങനെ അടച്ചു കളയുന്നു? പലിശ നിരോധിക്കുന്നതിലൂടെ അടച്ചു കളയുന്നു എന്നുള്ള പോയിന്റാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പലിശ ഉണ്ടാക്കുന്ന അല്ല, അതന്നെ. അതെന്തുകൊണ്ടാണ്? താഴേക്കടയിൽ പർച്ചേസിങ് പവർ ഇല്ലാത്തതുകൊണ്ടല്ലേ? അല്ലേ? അതുണ്ടാക്കുന്നത് എന്തുകൊണ്ട്? അതാണ് നമ്മൾ പറയുന്നത്. താഴേക്കടയിൽ പർച്ചേസിങ്, സക്കാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റ മിനിറ്റ്. അതെ, ഞാൻ പറഞ്ഞുതരാം. അതായത് താഴേക്കടയിൽ പർച്ചേസിങ് പവർ ഇല്ലാത്ത അവസ്ഥ ഉണ്ടാക്കുന്നത് പലിശയാണ്. ഓക്കെ, വലിയൊരു ഫാക്ടർ. അതിൽ കൂടെ വേറെ ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷെ ഇക്കോണമി ആ രീതിയിൽ നിർമ്മിക്കുന്നതിൽ വലിയൊരു പങ്ക് ആര് വഹിക്കുന്നു? പലിശ അതാണ് ഞാൻ പറഞ്ഞ പോയിന്റ്. അവിടെ നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടോ? ബാക്കിയുള്ളത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. അതെ, ഉണ്ട്. അല്ല, പക്ഷെ നമ്മൾ ചർച്ച ചെയ്യണത് അതല്ലല്ലോ. നമ്മൾ രണ്ട് സിസ്റ്റത്തിൻ്റെ കമ്പാരിസണെ കുറിച്ചാണ് പറയുന്നത്. പലിശാധിഷ്ഠിതമായിട്ടുള്ള സിസ്റ്റത്തിൽ പ്രൊഡക്ഷനിൽ, അതായത് അലോക്കേഷൻ ഓഫ് റിസോഴ്സസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പ്രൊഡക്ഷനിൽ പലിശ എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു? അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ഫോൾട്ടി ആയതുകൊണ്ട് തന്നെ, അലോക്കേഷൻ ഓഫ് റിസോഴ്സിൽ കാര്യമായ പ്രശ്നങ്ങൾ പലിശ സൃഷ്ടിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ റിപ്പിൾ ഇഫക്റ്റ് എന്നുള്ള നിലയ്ക്ക് എവിടെയും പ്രശ്നങ്ങൾ വരും, പ്രൊഡക്ഷനിൽ പ്രശ്നങ്ങൾ വരും. അത് മാത്രമാണ് നമ്മൾ പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ അതിൻ്റെ അപ്പുറത്തുപ്പുറത്തുള്ള ഒന്നും ഇപ്പോൾ പറയണ്ട, നമുക്ക് വേറെ ചർച്ച ചെയ്യാം. അപ്പോൾ പ്രൊഡക്ഷനിൽ വരുത്തുന്ന പ്രശ്നം എന്താണ്? പലിശക്ക് പൈസ കിട്ടും എന്ന് വന്നു കഴിഞ്ഞാൽ സമ്പന്നരെ സംബന്ധിച്ചിടത്തോളം ലക്ഷൂറിയസ് ആയിട്ടുള്ള കൺസംഷൻ കൂടും. കാരണം അവർക്ക് വളരെ ചീപ്പായിട്ട് കൊളാറ്ററൽ ഉള്ളത് കൊണ്ട് തന്നെ പലിശക്ക് പണം കിട്ടുന്നൊരു സിസ്റ്റം നിലവിലുണ്ട്. അതുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലക്ഷൂറിയസ് ആയിട്ടുള്ള സ്പെൻഡിങ് ഇൻഡിവിജ്വൽസിൻ്റെയും ഗവൺമെൻറ്റ്സിൻ്റെയും കൂടും. അതായത് നോൺ പ്രൊജക്റ്റ് ബേസ്ഡ് സ്പെൻഡിങ് എന്നുള്ളത് വളരെ വർദ്ധിക്കും. എവിടെ? പലിശാധിഷ്ഠിതമായിട്ടുള്ളൊരു ഇക്കോണമിയിൽ. അതിനെ കേറ്റർ ചെയ്യാൻ വലിയ ലുക്രേറ്റീവ് ആയിട്ടുള്ളൊരു മാർക്കറ്റ് ഉണ്ടാകുന്നതോടുകൂടി പ്രൊഡക്ഷൻ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വലിയ അളവിൽ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അതൊരു ഇക്കണോമിക് സെൻസിൽ ശരിയാണോ? അതാണ് പറയുന്നത്. അത്രേ ഉള്ളൂ. അതന്നെ. അപ്പോൾ കാരണം താഴേക്കിടയിൽ അവർക്ക് പർച്ചേസിങ് പവർ ഓൾറെഡി ഇല്ല, അവിടെ പ്രൊഡക്ഷൻ നടത്തിയിട്ട് കാര്യമില്ല. ചീപ്പായിട്ടുള്ള ഈ ഫണ്ടിങ് എന്ന് പറയുന്നത് അഫ്ലുവൻറ്റ് ആയിട്ടുള്ള ആളുകളുടെ അടുത്താണ് ഉള്ളത്. അപ്പോൾ അവർക്ക് വേണ്ട റിക്വയർമെൻറ്റ്സ് ആണ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക. ഇത്രേ പറയുന്നുള്ളൂ. പിന്നെ ഡിസ്ട്രിബ്യൂഷനിൽ എന്താ സംഭവിക്കുന്നത്? പലിശാധിഷ്ഠിതമായിട്ടൊരു കോൺട്രാക്റ്റ് ഒന്നുകിൽ കടം വാങ്ങുന്നവനോ കടം കൊടുക്കുന്നവനോ എന്തുണ്ടാക്കുന്നു? അനീതി ചെയ്തുകൊണ്ടല്ലാതെ അവസാനിക്കുകയില്ല. പലിശയുടെ ഒരു കോൺട്രാക്റ്റ് ഇറ്റ് ഡസ് ഇൻജസ്റ്റിസ് ടു ഈദർ ദി ബോറോവർ ഓർ ഫൈനാൻസിയർ. എങ്ങനെ? ഒരു പ്രൊജക്റ്റിൽ ലാഭം ഇല്ല, നഷ്ടത്തിലാണ് എങ്കിൽ എന്ത് സംഭവിക്കും? റിസ്ക് ഷെയർ ചെയ്യാത്തത് കൊണ്ട് ദാറ്റ് എൻഡ്സ് ഇൻ എൻ ഇൻജസ്റ്റിസ് ടു ദി ഓൺട്രപ്രന്യൂർ. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നഷ്ടത്തിലാണ്, അദ്ദേഹത്തിൻ്റെ ഫൈനാൻസിയർ ആ സമയത്തും അദ്ദേഹത്തിൽ നിന്ന് എന്ത് ഈടാക്കുന്നുണ്ട്? അദ്ദേഹത്തിൻ്റെ
പലിശയും ക്യാപിറ്റലും ഈടാക്കുന്നുണ്ട്. ഇനി വലിയ രീതിയിലുള്ള ലാഭമാണ് സംഭവിക്കുന്നതെങ്കിൽ ആരുടെ പൈസ കൊണ്ടാണോ പ്രൊജക്റ്റ് ഫണ്ട് ചെയ്യപ്പെട്ടത് അവർക്ക് തത്തുല്യമായിട്ടുള്ള ഒരു വിഹിതം ആ എൻ്റർപ്രൈസിൽ നിന്നും ലഭിക്കുന്നില്ല. 100% പ്രോഫിറ്റാണ് ഒരു എൻ്റർപ്രൈസിൽ. പലിശക്ക് കൊടുത്തത് ഇപ്പോൾ ഡെപ്പോസിറ്റേഴ്സിൻ്റെ പൈസയാണെങ്കിൽ അതിൽ 8% പലിശ എങ്കിൽ 92% ആരുടേതായി? ഡെപ്പോസിറ്റേഴ്സിൻ്റെ അല്ല, ഓൺട്രപ്രനറുടേതായി. 8% എന്ന് പറയുന്നത് മാത്രമേ ആർക്ക് കിട്ടിയിട്ടുള്ളൂ? ഡെപ്പോസിറ്റർക്ക് കിട്ടിയിട്ടുള്ളൂ. ഇത് നമ്മളൊരു മാക്രോ ഇക്കണോമിക് സ്കെയിലിൽ നമ്മളൊന്ന് കണ്ടുനോക്കാം. ഈ രാജ്യത്ത് നടക്കുന്ന മെഗാ പ്രൊജക്റ്റുകളൊക്കെയും ഫണ്ട് ചെയ്യുന്നത് ആരുടെ പൈസ ഉപയോഗിച്ചാണ്? എങ്ങനെ? ത്രൂ ബാങ്ക്സ്. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫൈനാൻഷ്യൽ സിസ്റ്റത്തിലൂടെ ഡെപ്പോസിറ്റുകളായി സ്വീകരിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ നമ്മളുടെ ബാങ്കുകൾ സമാഹരിക്കുകയും കൊളാക്ടറലിനെ അടിസ്ഥാനപ്പെടുത്തി ആ പൈസ ആർക്ക് കൊടുക്കുകയും ചെയ്യുന്നു? മെഗാ ഇൻഡസ്ട്രിയലിസ്റ്റ്, ചെറിയ ഇൻഡസ്ട്രിയലിസ്റ്റ് അല്ല, സാധാരണ കച്ചവടക്കാരുടെ കാര്യമല്ല പറയുന്നത്. മൊത്തം ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ ആക്സസ് എന്ന് പറയുന്നത് ഈ സാധാരണക്കാർക്ക് തുച്ഛമാണ്. ഏറ്റവും വലിയ ലോണുകൾ 1000 കോടി, 2000 കോടി, 3000 കോടി, 4000 കോടി ഒക്കെ ബാങ്കുകൾ ലോൺ കൊടുക്കുന്നില്ലേ? ഈ ലോൺ ആരുടെ പൈസയാണ്? ഈ രാജ്യത്തെ ജനങ്ങളുടെ പൈസയല്ലേ? ഇവിടെ കളക്റ്റീവായിട്ട് പൂൾ ചെയ്ത പൈസയല്ലേ? അത് ബഹുഭൂരിഭാഗം മെഗാ പ്രൊജക്റ്റുകളും ഇത്തരം പൈസ കൊണ്ട് ഫണ്ട് ചെയ്യുന്ന ഒരു വലിയൊരു ഇൻഡസ്ട്രിയലിസ്റ്റ് എന്ന് പറയുന്നത് ഈ ആളുകൾക്ക് തിരിച്ചു കൊടുക്കുന്നത് എത്രയാണ്? ഫിക്സഡ് ആൻഡ് വെരി നോമിനൽ എമൗണ്ട്. ഇൻഫ്ലേഷൻ പോലും ബീറ്റ് ചെയ്യാൻ കഴിയാത്തൊരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ആക്ച്വലി എവിടെ ഉള്ളത്? ബാങ്കിൽ. സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? 3.5. FDയിൽ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? 6 സംതിങ്. നോർമലി 7 എന്നൊക്കെ പറഞ്ഞാൽ ഈ എൽഡേഴ്സിന് കിട്ടുന്നതാണ്. ഇൻഫ്ലേഷൻ റേറ്റ് എത്രയാണ്? എബോവ് 7. 6 ഒക്കെ കണ്ട കാലം മറന്നു. അപ്പം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് FD ഇട്ടാലും നിങ്ങൾ SB അക്കൗണ്ടിൽ പൈസ വെച്ചാലും യു ആർ ആക്ച്വലി ലൂസിങ് മണി എവറി ഇയർ. പക്ഷെ അതേസമയം നിങ്ങളുടെ ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ഒരുപാട് മെഗാ പ്രൊജക്ട്സ് വന്നിട്ടുണ്ട്. ഹൈലി പ്രോഫിറ്റബിൾ. 100%, 200%, 300% പ്രോഫിറ്റ് ആരുണ്ടാക്കിയിട്ടുണ്ട്? ഓൾറെഡി കൊളാട്രൽ കൊടുക്കാൻ കഴിയുന്ന ഈ രാജ്യത്തെ മെഗാ ഇൻഡസ്ട്രിയലിസ്റ്റ് ആ പൈസ ഉപയോഗിച്ചുകൊണ്ട് വലിയ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ആക്ച്വലി തന്നിട്ടുള്ളത് എന്തുമാത്രമാണ്? വളരെ ചെറിയ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ദാറ്റ് ഡസ് നോട്ട് ആക്ച്വലി മാറ്റർ. കാരണം യു ആർ ബിക്കമിങ് പുവറർ. കാരണം എന്താണ്? നിങ്ങൾക്ക് കിട്ടുന്ന FDയിലും ഇതിലുള്ള റേറ്റിനേക്കാളും കൂടുതലാണ് ഇൻഫ്ലേഷണറി ഇക്കോണമിയിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ. അല്ലല്ലോ, പറഞ്ഞോളൂ, അതൊന്നും പ്രശ്നമില്ല. ഒരുപാട് ജനറൽ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്കിത് കഴിഞ്ഞിട്ട് പറയാം. അതെ, അല്ല, നിങ്ങൾ എല്ലാം ഒരു വ്യക്തി പരിപ്രേക്ഷ്യത്തിലാണ് പറയുന്നത്. ഞാനൊരു സിസ്റ്റം പെർസ്പെക്റ്റീവിലാണ് പറയുന്നത്. ഞാൻ സംസാരിക്കുന്നത് ഇൻട്രസ്റ്റ് ബേസ്ഡ് ഇക്കോണമിക് സിസ്റ്റത്തെക്കുറിച്ചാണ്. അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾ പറയുന്നത് പോലെ ഒരാൾക്ക് വീട്ടിൽ എവിടെയും ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റാതെ പൈസ വെക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അതിന് അനുയോജ്യമായൊരു സിസ്റ്റം ഇല്ലാത്തതുകൊണ്ടല്ലേ? ഒരു ഇസ്ലാമിക് ബാങ്കിങ് ഉള്ള രാജ്യമാണെന്ന് വിചാരിക്കുക. നിങ്ങൾ അവിടെയല്ലേ പൈസ വെക്കുക? അവിടെ ഇതിൻ്റെ മെക്കാനിസം വേറെയല്ലേ? ഇതിൻ്റെ ഫങ്ഷനിങ് വ്യത്യാസം ഉണ്ടല്ലോ. ഞാൻ പറയുന്നത് ഇൻട്രസ്റ്റ് ബേസ്ഡ് ഇക്കോണമീസിൻ്റെ കാര്യമാണ്. ഇൻട്രസ്റ്റ് ബേസ്ഡ് ഇക്കോണമീസിൽ ഈ സ്മോൾ സ്കെയിൽ ഡെപ്പോസിറ്റേഴ്സിന് ആക്ച്വലി അവരുടെ ഫണ്ട്സിൻ്റെ യൂസേജിൻ്റെ യാതൊരു ബെനിഫിറ്റും ആര് പാസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓൺട്രപ്രനേഴ്സും ഇൻഡസ്ട്രിയലിസ്റ്റും പാസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ആക്ച്വൽ ഇക്കണോമിക് യാഥാർത്ഥ്യം. കാരണം കൊളാട്രലിൻ്റെ ബേസിസിൽ, കൊളാട്രലിൻ്റെ സ്ട്രെങ്ത്തിൽ
ലയൺ ഷെയർ ഓഫ് ദി ഡെപ്പോസിറ്റ്സ് അവൈലബിൾ ഇൻ ആൻ ഇക്കോണമി അവർ സെക്യൂർ ചെയ്യുന്നുണ്ട്. അതിൽ വലിയ ലാഭം ഉണ്ടാക്കുന്നുണ്ട്. അതിൽ വളരെ ചെറിയൊരു ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ് മാത്രമേ ആളുകളിലേക്ക് അവർ കൊടുക്കുന്നുള്ളൂ. ബാക്കി സിംഹഭാഗവും ആരിലേക്ക് പോകുന്നു? സമ്പന്നരായ ആളുകളിലേക്ക് പോകുന്നു. ഇങ്ങനെയാണ് ദ റിച്ച് ഗെറ്റ്സ് റിച്ചർ ആൻഡ് ദി പുവർ ഗെറ്റ്സ് പുവറർ എന്നുള്ള അവസ്ഥാവിശേഷം ഇങ്ങനെയാണ് ആക്ച്വലി ഉണ്ടാകുന്നത്. അല്ലാണ്ട് ആളുകൾക്ക് വ്യക്തിപരമായി കൊടുക്കുന്ന ലോൺ കൊണ്ട് ഇതൊരു സിസ്റ്റം ഇഫക്റ്റാണ്. ഇറ്റ്സ് ആക്ച്വലി എ സിസ്റ്റം ഇഫക്റ്റ്. ഈ സിസ്റ്റം നിലനിൽക്കുന്നിടത്തോളം ഇതാണ് സംഭവിക്കുക. അതായത് ഇൻട്രസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഇക്കോണമി നിലനിൽക്കുന്നിടത്തോളം ഈ റിച്ച് ഇതൊന്ന് ഇപ്പോൾ വിടാം, ഈ ഒരു ഗ്യാപ്പ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇതും കൂടി ഒന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ചായ കുടിക്കാൻ പോവാം. ഇങ്ങനെ കൊടുക്കൂല, ഇങ്ങനെയല്ല കൊടുക്കുക. അതിൻ്റെ ഫങ്ഷനിങ് വ്യത്യാസമുണ്ട്. അവരുടെ അസറ്റ്സ് ആർക്ക്? മൾട്ടിനാഷണൽ കമ്പനികൾക്ക് അസറ്റ് ഉണ്ടാവില്ലേ? അവർക്ക് ഹ്യൂജ് അസറ്റ്സ് ഉണ്ടാവുമല്ലോ. അവർ എത്രയാണോ ലോൺ എടുക്കുന്നത് അതിനെക്കാട്ടിലും കൂടുതൽ അസറ്റ്സ് അവർക്ക് ഉണ്ടാവുമല്ലോ. അത് പിന്നെ ഫ്രോഡാണ്. ഒരു ബാങ്കുമായി ചേർന്നുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു ഫ്രോഡാണ്. അത് ബാങ്കിൻ്റെ ലോണിൻ്റെ ഗൈഡ് ലൈൻസ് പോലും തെറ്റിച്ചുകൊണ്ടാണ് ആ ലോൺ പാസ്സാക്കിയത്. ഓക്കെ, ഞാൻ പറയുന്നത് അതല്ല. നോർമൽ ലെജിറ്റിമേറ്റ് ഫങ്ഷനിങ് ഓഫ് ദി ബാങ്ക്സ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഒരു വളരെ മിനിസ്ക്യൂൾ ആയിട്ടുള്ള കൊളാട്രൽ ഫോഴ്സ് ഉള്ള ആളുകൾക്ക് ഫണ്ട്സ് ഡൈവേർട്ട് ചെയ്യുന്ന ക്വാളിറ്റി ഉള്ള ഒരു സിസ്റ്റമാണ് ഇൻട്രസ്റ്റ് ബേസ്ഡ് സിസ്റ്റം എന്ന് പറയും. ഇത് IMF വർക്കിംഗ് റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്. ആവശ്യപ്പെടുന്നവർക്ക് ഞാൻ മെയിൽ ചെയ്ത് തരും അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്ത് തരും. ഈ പറയുന്നത് എന്താണെന്നുള്ളത് വിശദമായിട്ട് മനസ്സിലാക്കാൻ, ഒന്നും കൂടി അതിലൊന്ന് ഇലോബറേറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ അത് നമ്മളെ സഹായിക്കും. അതിലുള്ള ഗ്രാഫ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിലേഷൻഷിപ്പിൻ്റെ ഗ്രാഫാണ് അല്ലേ? എന്താണ് എക്സ് ആക്സിസിൽ എന്താ ഉള്ളത്? വൈ ആക്സിസിൽ എന്താ ഉള്ളത്? ആക്സസ് ടു ഫിനാൻസ്. എന്താ പറയുന്നത്? പ്രസന്റ് ഇക്കണോമിക് സിസ്റ്റം ഫേവേഴ്സ് ദോസ് പീപ്പിൾ ഹു ഹാസ് ഗോട്ട് കൊളാട്രൽ. കൂടുതൽ കൊളാട്രൽ ഉള്ള ആളുകൾക്ക് കൂടുതൽ ഫണ്ടിങ് ലഭിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം എങ്ങനെ ഉണ്ടാകുന്നത്? ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന മെക്കാനിസം ഉള്ളതുകൊണ്ടാണ്. ഇൻട്രസ്റ്റ് എന്നുള്ള മെക്കാനിസം ഇല്ലെങ്കിൽ കൊളാട്രലിന് ഇത്രയും പ്രാധാന്യം ഉണ്ടാവില്ല. കാരണം എൻ്റെ കയ്യിൽ ഇപ്പോൾ 100 കോടി ഉറുപ്പ്യുണ്ട്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ കയ്യിൽ ഒരു 100 കോടി ഉറുപ്പ്യുണ്ട്. ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു ഇക്കോണമിയിൽ എൻ്റെ കയ്യിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താ? എൻ്റെ 100 കോടി രൂപ വളർത്തണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഏറ്റവും ലാഭം കിട്ടുന്നിടത്ത് കൊണ്ടുപോയിട്ട് ഇത് വെക്കണം. അപ്പോൾ ഞാനൊരു 10 പ്രൊജക്ട്സിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു. അതിൽ 10 ലാഭത്തിലാവൂല. കാരണം ഓൺട്രപ്രണർഷിപ്പിൽ റിസ്ക് എന്ന് പറയുന്ന ഫാക്ടർ ഉണ്ട്. അപ്പോൾ പോർട്ട്ഫോളിയോ തിയറി ഞാൻ ഫോളോ ചെയ്യും. എന്താ പോർട്ട്ഫോളിയോ തിയറി പറയുന്നത്? സെഗ്രിഗേഷൻ ആണ്. അതൊരു സയൻറ്റിഫിക് മാനർ നെഗറ്റീവ് കോറിലേഷനുള്ള പ്രൊജക്ട്സിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ നെറ്റ് റിട്ടേൺ എന്ന് പറയുന്നത് എൻ്റെ എന്താവണം? പോസിറ്റീവ് ആകണം. അപ്പോൾ ഞാൻ 15 സ്ഥലത്ത് ഞാൻ പൈസ ഇറക്കി കഴിഞ്ഞാൽ 2 or 3 എണ്ണം ഫെയിലായാലും ബാക്കിയുള്ളതിൽ റിട്ടേൺസ് ഇതിലെ ഫെയിലിയറിനെ മേക്കപ്പ് ചെയ്യും. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു ഇക്കോണമിയിൽ ഫണ്ട് ചെയ്യുന്ന ആൾക്ക് സ്വന്തം ക്യാപിറ്റൽ സെക്യൂർ ചെയ്യുക എന്ന് പറയുന്നതിന് കൊളാട്രൽ എന്ന് പറയുന്ന ഒരു ഉപാധി ഇല്ല. ഒരേ ഒരു ഉപാധിയുള്ളൂ. എന്താണ്? എൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ മാക്സിമൈസ് ചെയ്യാൻ എനിക്ക് സാധിക്കണം, അല്ലെങ്കിൽ എൻ്റെ പൈസ ഗ്രോ ചെയ്യാൻ എനിക്ക് കഴിയില്ല. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അല്ല, ആ ഓപ്ഷൻ എന്ന് പറയുന്നത് എടുത്തു കളയുന്നത് ആരാണ്? ഇസ്ലാമാണ്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കൊണ്ടാണ് കൊളാട്രലിന് ഇത്രയും പ്രാധാന്യം വരുന്നത്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങളുടെ കയ്യിലില്ല. അപ്പോൾ കൊളാട്രലിന് പ്രാധാന്യം ഇല്ല. നിങ്ങളുടെ കയ്യിൽ കൊളാട്രൽ ഉണ്ടായിട്ടും കാര്യമില്ല. എന്താണ്? നിങ്ങളെ റിസ്ക് ഷെയർ ചെയ്തുകൊണ്ട് മാത്രമേ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അനുവാദം തരുന്നുള്ളൂ? ഇസ്ലാം അനുവാദം തരുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ പ്രൊജക്റ്റിൽ മെറിറ്റ് ഉണ്ടാകണം. നിങ്ങളുടെ പ്രൊജക്റ്റ് വളരെ സോളിഡാണ് എന്ന് ഞാൻ ഉറപ്പുവരുത്തേണ്ടത് എൻ്റെ ബാധ്യതയായി മാറും. അല്ലെങ്കിൽ എൻ്റെ പൈസ പോകും അല്ലേ? നിങ്ങളെ പ്രൊജക്റ്റ് വീക്കാണ്, അതിൽ ഞാൻ പൈസ ഇറക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? എൻ്റെ പൈസ പോകുക. അത് തിരിച്ചു വാങ്ങാൻ ഇസ്ലാം എനിക്ക് അനുവാദം തരുന്നുണ്ടോ? ഇല്ല. അത് കച്ചവടത്തിൽ സ്വാഭാവികമായി നഷ്ടപ്പെട്ട നിങ്ങൾക്കും നഷ്ടം വരും. അപ്പം ഞാൻ എൻഷുർ ചെയ്യുന്നത്
പ്രൊജക്ട്സിൻ്റെ വാലിഡിറ്റിയും സൗണ്ട്നെസ്സും ഞാൻ എൻഷുർ ചെയ്യും. അപ്പോൾ മാക്രോ ഇക്കണോമിക് സെറ്റിങ്ങിൽ എന്താ സംഭവിക്കുക? കൂടുതൽ പ്രൊഡക്റ്റീവായിട്ടുള്ള, കൂടുതൽ ഇക്കണോമിക് സർപ്ലസ് ഉണ്ടാക്കുന്ന പ്രൊജക്റ്റുകളിലേക്ക് ഫണ്ട്സ് ഫ്ലോ ചെയ്യും വിത്തൗട്ട് എനി റിഗാർഡ് ടു കൊളാട്രൽ. ഈ ഒരു പോയിന്റ് പറഞ്ഞു വെച്ചുകൊണ്ട് നമ്മൾ ചായക്ക് പിരിയുക. ബാക്കി നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുക ഇൻഷാ അല്ലാഹ്. ഇക്കണോമിക് പ്രൊപ്പോസിഷനാണ്, ഇതൊരു ഇക്കണോമിക് പ്രൊപ്പോസിഷൻ കൂടിയാണ്. പക്ഷേ നമ്മൾ ഇത് സപ്പോർട്ട് ചെയ്യുന്നതാണ് മോഡേൺ ഡേ ഡാറ്റ മുഴുവൻ. നിങ്ങൾ ഏത് രൂപത്തിലെടുത്ത് പരിശോധിച്ചാലും, നമ്മളിപ്പോൾ IMF, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്ന് പറഞ്ഞ ഒരു ക്യാപിറ്റലിസ്റ്റ് ഓർഗനൈസേഷനാണ്. പക്ഷേ അതിൻ്റെ ഡാറ്റ എടുത്ത് പരിശോധിച്ചാൽ ഈ ഒരു റിലേഷൻഷിപ്പ് വ്യക്തമാക്കുന്ന ഒരുപാട് പഠനങ്ങൾ IMFും വേൾഡ് ബാങ്കും തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. ഒരു പേജിൽ സ്ക്രീൻഷോട്ടാണ് ഇത്. അതേപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ നിന്ന് എടുത്താണ് ഇത്. എന്ത്? വേൾഡ് വെൽത്തിൻ്റെ ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ആണ്. ആദ്യത്തെ ഈ ബാർ എന്ന് പറയുന്നത് 1980s രണ്ടാമത്തെ ബാർ എന്ന് പറയുന്നത് 2010 ടോപ്പ് 1% ലോകത്തുള്ള ധനികരിലെ ഏറ്റവും ഉയർന്ന 1% വെൽത്ത് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. ഫ്രാൻസ്, UK, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, സ്വീഡൻ, യൂറോപ്പ്, ഓൾ ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളിലും ആ 1% വെൽത്ത് വർദ്ധിക്കുകയാണ് ചെയ്തത്. പറയണത് മനസ്സിലാകുന്നുണ്ടോ? ലോകത്തെ അതിസമ്പന്നരായ ആളുകളിലെ ആദ്യത്തെ ഏറ്റവും കൂടുതൽ വെൽത്തി ആയിട്ടുള്ള ടോപ്പ് 1% വെൽത്ത് ഈ രണ്ട് കാലഘട്ടം കമ്പയർ ചെയ്യുമ്പോൾ കൺസിസ്റ്റൻ്റ്ലി എല്ലാ രാജ്യങ്ങളിലും അത് വർദ്ധിച്ചു. ഈ രാജ്യങ്ങളിൽ തന്നെ ബോട്ടം 90%, 9% അല്ല, 90% എന്ന് പറഞ്ഞാൽ എന്താണ്? പോപ്പുലേഷൻ്റെ 90% വെൽത്ത് എന്താ സംഭവിച്ചത്? ഡിക്രീസ് ചെയ്തു. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു രാജ്യത്തുള്ള പ്രതിഭാസമല്ല. ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ടോപ്പ് 1% സമ്പത്ത് വർദ്ധിക്കുകയും ബോട്ടം 90% സമ്പത്ത് കുറയുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സിസ്റ്റമാറ്റിക് പ്രോബ്ലമാണ്. ഒരു സിസ്റ്റമിക് പ്രോബ്ലത്തിൽ മാത്രമേ അങ്ങനെ വരുള്ളൂ. അപ്പോൾ സിസ്റ്റത്തിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താണ്? ഇൻട്രസ്റ്റ് ആണ്, വേറൊന്നുമല്ല. ഇൻട്രസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇക്കോണമിയിൽ ഇത് തന്നെ സംഭവിക്കുള്ളൂ, ഇത് മാത്രമേ സംഭവിക്കുള്ളൂ. അതുകൊണ്ടാണ് ഇസ്ലാം എന്ത് ചെയ്യുന്നത്? പലിശ എന്ന് പറയുന്ന ഈ സംഗതിക്ക് എതിരെ ഇത്രയും കടുത്ത നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ ഒരു മാക്രോ ഇക്കണോമിക് റീസൺ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ആക്ച്വലി ഓഗ്മെന്റ്സ് പോവർട്ടി ടു ദി മെജോറിറ്റി ഓഫ് ദി പോപ്പുലേഷൻ. ഇനി കുറച്ച് സമയമുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? ബാക്കിയുള്ളതൊക്കെ ഒന്ന് വേഗം പറഞ്ഞു പോകും. വിശദമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇനി ചർച്ച ചെയ്തിട്ട് വേണമെങ്കിൽ വേറെ സെഷൻ വെക്കാം. മറ്റൊരു കാറ്റഗറി എന്ന് പറയുന്നത് റിബൽ ഫളലാണ്. റിബൽ ഫളൽ എന്ന് പറയുന്ന ഹദീസ് 6 സാധനങ്ങളെ, 6 സാമഗ്രികളെ സ്പോട്ട് ചെയ്യുന്നുണ്ട്. അദ്ദഹബു ബിദ്ദഹബി വൽ ഫില്ലത്തു ബിൽ ഫില്ലത്തി വൽ ബുറു ബിൽ ബുരി വശഈറു ബിശഈരി വത്തംറു ബിത്തംറി വൽ മിൽഹു ബിൽ മിൽഹി മിസ്ലം ബി മിസ്ലിൻ സവാഅൻ ബി സവാഇൻ യദം ബിയദിൻ ഫഇദ് ഇഖ്തലഫത് ഹാദിഹിൽ അജ്നാസു ഫബിഉ കൈഫ ശിഅ്തും ഇത് കാന യദം ബിയദിൻ എന്ന് പറയുന്നത്, ഒന്ന് ഗോൾഡ്, അദ്ദഹബു ബിദ്ദഹബ് എന്ന് പറഞ്ഞാൽ ഗോൾഡ് ഫോർ ഗോൾഡ്, സിൽവർ ഫോർ സിൽവർ, വീറ്റ് ഫോർ വീറ്റ്, ബാർലി ഫോർ ബാർലി, സോൾട്ട് ഫോർ സോൾട്ട്. ഇത്രയും സാധനങ്ങളിൽ എന്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞത്? ട്രാൻസാക്ഷൻ ഷുഡ് ബി ഈക്വൽ ആൻഡ് സ്പോട്ട്. ഇത്രയും സാധനങ്ങൾ എന്തേ ചെയ്യാൻ പാടുള്ളൂ? സ്പോട്ട് ട്രാൻസാക്ഷൻ അനുവദിക്കുള്ളൂ, ഈക്വൽ ട്രാൻസാക്ഷൻ അനുവദിക്കുള്ളൂ. ക്വാണ്ടിറ്റി ഡിഫർ ചെയ്യാൻ പാടില്ല, പോസ്റ്റ്പോൺ ചെയ്യാനും പാടില്ല. ഇതിലേതെങ്കിലും കാറ്റഗറി മാറുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ വീറ്റ് ഫോർ ബാർലി ഓർ ഗോൾഡ് ഫോർ സിൽവർ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്വാണ്ടിറ്റി ഡിഫർ ചെയ്യാം, പക്ഷേ സ്പോട്ട് ട്രാൻസാക്ഷൻ മാത്രമേ പാടുള്ളൂ. ഈ 2 കണ്ടീഷനുകളിൽ ഏതെങ്കിലും ഒന്ന് വയലേറ്റ് ചെയ്താൽ അവിടെ എന്തുണ്ടാകും? റിബൽ ഫളൽ ഉണ്ടാകും. അപ്പോൾ പ്രാക്ടിക്കലി നമ്മളൊന്ന് പറഞ്ഞു നോക്കുക. ഇപ്പോൾ കറൻസി എക്സ്ചേഞ്ച് ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഗോൾഡ് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കറൻസി കൊടുത്തുകൊണ്ട് ഗോൾഡ് വാങ്ങിക്കണമെന്ന് വിചാരിക്കാം. എന്ത് ട്രാൻസാക്ഷൻ മാത്രമേ പറ്റുള്ളൂ? 2 ജിൻസാണ് അല്ലേ? ഗോൾഡ് വേറെയാണ്, കറൻസി വേറെയാണ്. അപ്പോൾ ഈ പദാർത്ഥങ്ങളെ പറയുന്നത് റിബവി ഐറ്റംസ് എന്നാണ്. റിബവി ആയിട്ടുള്ള ഐറ്റംസ് എന്നാണ് ഷറയിൽ ഈ പദാർത്ഥങ്ങളെ പറയുക. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇത് പ്രവാചകൻ്റെ കാലത്ത് നിലനിന്നിരുന്നത് ഒരു സെമി ബാർട്ടർ ഇക്കോണമിയാണ്. സെമി ബാർട്ടർ ഇക്കോണമി എന്ന് പറഞ്ഞാൽ എന്താണ്?
ഒരുപാട് ട്രാൻസാക്ഷൻസ് ഒക്കെ അവരെന്ത് ചെയ്തിരുന്നു? ബാർട്ടർ സിസ്റ്റത്തിലൂടെ നടത്തിയിരുന്നു. എന്നാൽ കറൻസിയും നിലവിലുണ്ടായിരുന്നു. ആ കറൻസി നിലനിൽക്കുന്ന കാലത്ത് കറൻസിയുടെ സ്ഥാനത്ത് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ് ഉപ്പ്, വീറ്റ്, ബാർലി, ഇതൊക്കെ. ഓക്കെ, ആ ഒരു പ്രത്യേകത നമ്മളൊന്ന് മനസ്സിലാക്കുക. അപ്പം റിബൽ ഫضൽ എന്ന് പറയുന്നത് എന്താണ്? റിബവിയായ പദാർത്ഥങ്ങളിൽ ഈക്വലായിട്ടുള്ള മാനദണ്ഡം വയലേറ്റ് ചെയ്യുകയോ സ്പോട്ട് എന്നുള്ള മാനദണ്ഡം വയലേറ്റ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അവിടെ റിബൽ ഫضൽ ഉണ്ടാകും. അപ്പോൾ ഇതിൽ പറയുന്ന ഒരുപാട് ട്രാൻസാക്ഷനൊന്നും ഇന്നത്തെ കാലത്ത് നിലവിലില്ല. ആ ഒരു ബാർട്ടർ ഇക്കോണമിയിൽ മാത്രമേ നിലനിൽക്കുള്ളൂ. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇംപ്ലിക്കേഷൻ ഈ കറൻസി മാർക്കറ്റിലാണ്. കറൻസിയിലുള്ള ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ ഉള്ള എല്ലാ ട്രാൻസാക്ഷനും റിബൽ ഫضലിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ്? ഹറാമാണ്. കറൻസി ഫ്യൂച്ചേഴ്സ് പാടില്ല, സ്പോട്ടേ പാടുള്ളൂ. എന്തായാലും അത് പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോട്ടെ. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഡിസ്കഷൻ എന്ന് പറയുന്നത് ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല, വേറൊരു വിഷയമായിട്ട് നമുക്ക് പറയാം. ഇനി രണ്ടാമത്തെ നിരോധനം, പലിശ എന്നുള്ള നിരോധനം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. രണ്ടാമത്തെ നിരോധനം എന്ന് പറയുന്നത് ഖററാണ്. പ്രധാനമായിട്ടും ശറഅയിൽ 3 നിരോധനങ്ങളാണ് ഉള്ളത്. അതിൻ്റെ പരിധിയിൽ മിക്ക നിരോധനങ്ങളും വരും. ഈ 3 നിരോധനങ്ങൾ ഉണ്ടെങ്കിലാണ് ഇസ്ലാമിക് ഫിനാൻസിൽ അല്ലെങ്കിൽ ആസ് പെർ ശരിയ കോൺട്രാക്ട്സ് പ്രോഹിബിറ്റഡ് ആകുന്നത്. ഇതിൻ്റെ അഭാവത്തിൽ കോൺട്രാക്ട്സ് എന്ന് പറയുന്നത് ജനറൽ നേച്ചർ എന്ന് പറയുന്നത് പെർമിസിബിളാണ്. അതിൽ ഒന്നാമത്തെന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് ആർ ഓഫ് 2 ടൈപ്സ്, റിബ നസിഅ, റിബ അൽ ഫضൽ. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തത് എന്ന് പറയുന്നത് ഖററാണ്. ഖറർ ഇല്ലാതിരിക്കുക. എന്താ ഖറർ എന്ന് പറയുന്നത്? ഖറർ റെഫേഴ്സ് ടു അൺസർട്ടനിറ്റി ഇൻ ദി എലിമെൻറ്റ്സ് ഓഫ് എ കോൺട്രാക്ട് സച്ച് ആസ് ദി സബ്ജക്ട് മാറ്റർ, പ്രൈസ് ആൻഡ് ഡെലിവറി. എലിമെൻറ്റ്സ് ഓഫ് കോൺട്രാക്റ്റിൽ ഉണ്ടാകുന്ന അൺസർട്ടനിറ്റി, അതുപോലെ തന്നെ മനഃപൂർവ്വം അവ്യക്തത ഉണ്ടാക്കുക, ഒരാളെ ചതിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന അവ്യക്തതകളെയും എന്തു പറയും? ഖറർ എന്ന് പറയും. എലിമെൻറ്റ്സ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ശറഅയിൽ ഇതാണ് എലിമെൻറ്റ്സ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് എലിമെൻറ്റ്സ് ഓഫ് കോൺട്രാക്റ്റ്? അഖ്ദിന് 3 സംഗതികളാണ്. അസ്വീക എന്ന് പറയുന്ന ഈജാബ് കുബൂൽ എന്ന് പറയുന്നതിന് ഒന്നിച്ച് പറയുന്നതാണ് അസ്വീക. എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ഇംഗ്ലീഷിൽ ഇന്ന് കോൺട്രാക്ട് ലോയിൽ കാണുന്ന എല്ലാ സംഗതികളും ആക്ച്വലി ഇസ്ലാമിക് ലോ എന്ന് വന്നതാണ്. അത് അവർ അക്നോളജ് ചെയ്യുന്നില്ല എന്നുള്ളത് മറ്റൊരു സംഗതിയാണ്. പിന്നെ അൽ ആഖിദാൻ, പാർട്ടീസ് ടു കോൺട്രാക്ട്, അതുപോലെ തന്നെ വാട്ട് എവർ ഈസ് കോൺട്രാക്റ്റഡ് അപ്പോൺ, അൽ മഅഖൂദ് അലൈഹി, അതിലെന്ത് വരും? മൗളു, അൽ അഖ്ദ്, അതുപോലെ തന്നെ അസ്സമൻ, സബ്ജക്ട് മാറ്റർ, പ്രൈസ്, അതുപോലെ തന്നെ ഈജാബ് കുബൂൽ. എന്താണ് ഖറർ എന്ന് പറയുന്നത്? ഖററിന് എന്താ പറയുക? ഖറർ എന്ന് പറഞ്ഞാൽ ഭാഷാപരമായിട്ട് അതിൻ്റെ അർത്ഥം എന്താണ്? അവ്യക്തത, ചതി. ഇത് രണ്ടും അതിൻ്റെ അർത്ഥത്തിൽ വരുന്നതാണ്. നമ്മളിവിടെ പറയുന്ന ഖറർ എന്ന് പറയുന്നത് കോൺട്രാക്റ്റിൻ്റെ പ്രധാനമായും ഈ 2 സംഗതികളിൽ, സബ്ജക്ട് മാറ്ററിലും കൺസിഡറേഷനിലും വരുന്ന അവ്യക്തതകളെയാണ് എന്ത് പറയുന്നത്? ഖറർ എന്ന് പറയുന്നത്. സബ്ജക്ട് മാറ്ററിലും കൺസിഡറേഷനിലും പ്രൈസിലും എന്തുണ്ടാകാൻ പാടില്ല? ഖറർ ഉണ്ടാകാൻ പാടില്ല. അതേപോലെ തന്നെ ഓഫറിലും ആക്സെപ്റ്റൻസിലും ഖറർ ഉണ്ടാകാൻ പാടില്ല. വ്യക്തതയുണ്ടാകണം, അത് വ്യക്തമായിരിക്കണം. എന്താണ് സബ്ജക്ട് മാറ്റർ, എന്താണ് പ്രൈസ്, ഏത് സ്വഭാവത്തിലാണ് ഒരു ഓഫർ നടത്തിയത്, ഏത് സ്വഭാവത്തിലാണ് അത് അക്സെപ്റ്റ് ചെയ്തത് എന്നുള്ളത് വ്യക്തത ഉണ്ടാവുക. ഇനി സബ്ജക്ട് മാറ്റർ ഖറർ ഫ്രീ ആകണമെങ്കിൽ, അല്ലെങ്കിൽ അത് ലോഫുൾ ആകണമെങ്കിൽ, അത് പരിഗണിക്കപ്പെടണമെങ്കിൽ ഈ കണ്ടീഷൻസ് അത് പാലിക്കപ്പെടണം. ഒന്ന് ലോഫുൾ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അത് മഷ്റൂഇയ്യത്ത് ഉണ്ടാകുക, എക്സിസ്റ്റൻസിൽ ഉണ്ടാകുക, നിലവിലുണ്ടാകുക. ഇപ്പോൾ നിലവിലില്ലാത്ത വസ്തുക്കളിലുള്ള കച്ചവടം ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇതുവരെ വരാത്ത ക്രോപ്പ്, ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത കുട്ടി, ഇതൊക്കെയാണ് ക്ലാസിക് ബുക്സിൽ നമുക്ക് കാണാം. ഒരു പശുവിനൊരു കുട്ടി ഉണ്ടായിട്ടില്ല, പക്ഷെ അതിന് മുന്നേ അത് കച്ചവടം ചെയ്യുക. അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ടുള്ള ഉദാഹരണങ്ങളുണ്ട്. അതല്ലാതെ നമ്മൾ മോഡേൺ ഫിനാൻസിൽ നിന്ന് ഒരുപാട് ഉദാഹരണങ്ങൾ പറയാൻ പറ്റും. സ്പെസിഫിസിറ്റി, തഹദീദ് ഉണ്ടാകുക, മിൽക്കിയത്ത് ഉണ്ടാകുക, ഓണർഷിപ്പ് ഉണ്ടാകുക, കാബിലിയത്തു തസ്ലീം, ഡെലിവറബിലിറ്റി ഉണ്ടാവുക, ഒരാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാനും ഡെലിവർ ചെയ്യാൻ കഴിയുന്നതും ആവുക. ഇതിലേതെങ്കിലും ഒന്നിൽ വയലേഷൻ വന്നാൽ ആ കോൺട്രാക്റ്റിൽ ഖറർ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നു. ആ ഖറർ ഉള്ളതോടൊപ്പം തന്നെ ആ കോൺട്രാക്റ്റ് ഇൻവാലിഡ് ആവുകയും ചെയ്യും. ഇനി 2 തരത്തിലുള്ള ഖറർ ഉണ്ട്. എല്ലാ ഖററും ഹറാമല്ല. ഒന്ന് മൈനർ ഖറർ, ഖറർ യസീർ, അത് സ്വാഭാവികമായിട്ടും കച്ചവടത്തിലും
ഇക്കണോമിക് ആക്ടിവിറ്റീസിലും ഉണ്ടാകുന്ന അവ്യക്തതയെയാണ് നമ്മൾ ഗറർ യസീർ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഒരു കച്ചവടത്തിൽ ഏർപ്പെടുമ്പോൾ ലാഭമാണോ നഷ്ടമാണോ എന്ന് 100% നമുക്ക് മുൻകൂട്ടി പറയാൻ സാധിക്കുകയില്ല. അത് നാച്ചുറൽ അൺസർട്ടനിറ്റിയാണ്. അത് ഒരു കോൺട്രാക്റ്റിന് എന്ത് ചെയ്യുകയില്ല, ഇൻവാലിഡ് ആക്കുകയില്ല. പക്ഷേ സബ്ജക്റ്റ് മാറ്ററിൽ എന്താണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്, എന്തായിരിക്കും അതിൻ്റെ പ്രൈസ്, അതിലേതെങ്കിലും ഒന്നിൽ അവ്യക്തത ഉണ്ട് എങ്കിൽ ആ ഗററിനെ നമ്മൾ ടെക്നിക്കലി ഗറർ ഫാഹിഷ്, അത് മറ്റു പദങ്ങൾ കൊണ്ടും വ്യവഹരിക്കപ്പെടാറുണ്ട്. ആ ഗറർ ഫാഹിഷ് ഉണ്ടാകുന്നതോടുകൂടി ഒരു കോൺട്രാക്റ്റ് അൺലോഫുൾ ആകും എന്നുള്ളതാണ്. ഇനി അത് വിടാം. ഇനി മോഡേൺ ഡേ ആപ്ലിക്കേഷൻ ഓഫ് ഗറർ എന്ന് പറയുന്നത് അത് ഏറ്റവും വ്യാപകമായി വരുന്നത് ഡെറിവേറ്റീവ്സ് ട്രേഡിങ്ങിലാണ്. അത് കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ്, അതുപോലെ തന്നെ ഷെയർസിൻ്റെ ഡെറിവേറ്റീവ്സ് ആയെങ്കിലും ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ്, സ്വാപ്സ്, ഇതെല്ലാം തന്നെ എന്ത് ബേസിസിലാണ് ഹറാമാകുന്നത്? ഗററിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹറാമാകുന്നത്. ഇൻഷുറൻസ് കോൺട്രാക്റ്റ് ഹറാമാകുന്നതിൻ്റെ പ്രധാന അതിൽ റിബ ഉണ്ട്, ഗററുണ്ട്, മൈസിറുണ്ട്, എല്ലാം കൂടി ഒരുമിച്ച് വരുന്ന കോൺട്രാക്റ്റാണ് ഇൻഷുറൻസ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഹൈലി വോളട്ടൈൽ അസറ്റ്സ്, യാതൊരു ബേസും ഇല്ലാതെ വലിയ ഫ്ലക്ച്വേഷൻസ് കാണിക്കുന്ന അസറ്റ്സ്, അതുപോലെ തന്നെ ഷോർട്ട് സെല്ലിംഗ്, അതായത് ഒരു സംഗതി വാങ്ങിച്ച് പൊസഷൻ എടുക്കുന്നതിന് മുന്നേ വിൽക്കുന്ന ഷോർട്ട് സെല്ലിംഗ് ഇൻ ഷെയർസ്, കമ്മോഡിറ്റീസ് എക്സെട്ര, ഇതൊക്കെ ഗററിൻ്റെ ബേസിലാണ്. ഇനി കുറച്ച് ക്ലാസിക് എക്സാമ്പിൾസ്, അതായത് ഫിഖിൻ്റെ പുസ്തകങ്ങളിൽ പറയുന്ന ഗററിൻ്റെ ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ട്. ബൈ അൽ മഅദൂം, സെയിൽ ഓഫ് നോൺ എക്സിസ്റ്റൻറ്റ് ഗുഡ്സ്, ബൈ അൽ മുഹാഖല, അൽ മുലാമസ, അല്ലേ? ഇതൊക്കെ സിമ്പിളായിട്ടുള്ള ഇങ്ങനത്തെ കച്ചവടങ്ങൾ ഇന്നത്തെ കാലത്തില്ല. ഉദാഹരണത്തിന് ത്രോ സെയിൽ എന്ന് പറയുന്നത് എന്താണ്? വിൽക്കുന്ന ആൾ ഒരു സാധനം അങ്ങോട്ട് ഇടും, അത് ആരാണോ ക്യാച്ച് ചെയ്യുന്നത് അയാളത് വാങ്ങിച്ചു എന്നുള്ളതാണ്. അതൊരു ജാഹിലിയത്തിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ള അവസ്ഥയിലുണ്ടായിരുന്ന കച്ചവടങ്ങളെയൊക്കെ പ്രവാചകൻ നിരോധിക്കുകയും ആ രീതിയിലുള്ള കച്ചവടങ്ങൾ പാടില്ല എന്ന് പറയുകയും അതിൽ ഒന്ന് സമീർ സാഹിബ് ഓൾറെഡി ഇവിടെ വിശദീകരിച്ചു. ബൈ നജാഷ്, ആർട്ടിഫിഷ്യൽ ഇൻഫ്ലേഷൻ, വില കൂട്ടുന്നതിന് വേണ്ടി വിപണിയിൽ സെയിൽ ആൻഡ് ബൈബാക്ക് എന്ന് പറഞ്ഞാൽ പലിശ പലിശൻ്റെ റൂള് സർക്കംവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. ഞാൻ നിങ്ങൾക്കൊരു സാധനം ക്രെഡിറ്റിൽ വിൽക്കും, ഉദാഹരണത്തിന് 120 റുപ്യ, എന്നിട്ട് അത് സ്പോട്ടിൽ ഞാൻ തിരിച്ചു വാങ്ങും. 100 റുപ്യക്ക് ഞാൻ തിരിച്ചു മേടിച്ചു. അപ്പോൾ ഞാൻ 120 റുപ്യ നിങ്ങൾക്ക് വിറ്റു, 100 റുപ്യക്ക് ഞാൻ മേടിച്ചു, 20 റുപ്യ നിങ്ങൾ എനിക്ക് തരണം. അത് നിങ്ങൾ തവണകളായിട്ട് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. അപ്പോൾ എന്തായി? ഇപ്പോൾ ട്രാൻസാക്ഷൻ അവിടെ യാതൊരു പ്രാധാന്യമില്ല. പക്ഷേ ഇത് കച്ചവടത്തിലാണ് എന്ന് പറയാൻ വേണ്ടി ഇങ്ങനെ ട്രാൻസാക്ഷൻ ഇൻവെൻറ്റ് ചെയ്യുക, അതിനാണ് ബൈ അൽ ഇന എന്ന് പറയുന്നത്. പിന്നെ ഒന്ന് മൈസിർ, അവസാനത്തത് എന്താണ്? റിബ, ഗറർ, അവസാനത്തത് മൈസിർ, ഗാംബ്ലിംഗ്. എന്താ മൈസിറിൻ്റെ ഒരു ഡെഫിനിഷനായിട്ട് വരിക ഇസ്ലാമികമായിട്ട്? എന്തിനെയാണ് മൈസിർ എന്ന് പറയുന്നത്? നമുക്കൊരു ഫൈനാൻഷ്യൽ വ്യൂ പോയിന്റിൽ എന്തിനെയാണ് നമ്മൾ മൈസിർ എന്ന് സ്പെസിഫിക്കലി ഇത് മൈസിർ ആണ് എന്ന് പറയുന്നതിൻ്റെ ഇല്ലത്ത് എന്താണ്? ഇന്ന സംഗതി ഉണ്ടെങ്കിൽ അത് മൈസിറാണെന്ന് നമുക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ അതെന്തായിരിക്കും? അതന്നെ, അതാണ് അതിൻ്റെ ഇല്ലത്ത് എന്ന് പറയുന്നത്. തഫ്സീർ അൽ മാവർദി അതിൽ അദ്ദേഹം ഇതിൻ്റെ ഒരു താരീഫ് കൊടുക്കുന്നത്, ദ ബെനിഫിറ്റ് ടു വൺ പാർട്ടി ഈസ് ലിങ്ക്ഡ് ടു ദി ലോസ് ഓഫ് അനദർ പാർട്ടി. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ലാഭമുണ്ടാകണമെങ്കിൽ എന്ത് വേണം? മറ്റൊരാൾക്ക് നഷ്ടപ്പെട്ടാൽ മാത്രമേ ഒരാൾക്ക് ലാഭം ഉണ്ടാവുകയുള്ളൂ. അത്തരത്തിലുള്ള എല്ലാ ട്രാൻസാക്ഷൻസും മൈസിറാണ്. അത് ഗെയിംസ് ഓഫ് ചാൻസ് ആണെങ്കിലും കഴിവ് ഉപയോഗിച്ചുകൊണ്ട് കളിക്കുന്നപ്പോൾ ഫുട്ബോൾ മാച്ച് ആണെങ്കിലും മൈസിർ ഉണ്ടാകും. എന്ത് ചെയ്താൽ മതി? ആരാണോ മത്സരത്തിൽ ഏർപ്പെടുന്നത് അവർ പരസ്പരം ബെറ്റ് ചെയ്താൽ അതെന്താണ്? മൈസറാണ്. ഇപ്പോൾ 2 ടീം ഫുട്ബോൾ കളിക്കുകയാണ്, നിങ്ങൾ തോറ്റ ഞങ്ങൾക്ക് 100 റുപ്യ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ 100 റുപ്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഫുട്ബോൾ മാച്ച് നടത്തുന്നതെങ്കിൽ അത് മൈസറാണ്. എന്നാൽ അത് ഗെയിംസ് ഓഫ് ചാൻസ് ആണോ? അല്ല. ഫുട്ബോൾ എന്ന് പറയുന്നത് കായികമായ കഴിവ് വേണ്ട, ഫിസിക്കലായിട്ടുള്ള എബിലിറ്റി വേണ്ട ഒരു സംഗതിയാണ്, അല്ലേ? ചീട്ടുകളി എന്ന് പറയുന്നത് വലിയൊരളവോളം എന്തായിരിക്കും? ഗെയിംസ് ഓഫ് ചാൻസ് ആയിരിക്കും, അല്ലെ? കാസിനോസ് ഗെയിംസ് ഓഫ് ചാൻസ് ആയിരിക്കും. പക്ഷേ ഒന്ന് ഗെയിം ഓഫ് ചാൻസ് ആണ്, മറ്റൊന്ന് കഴിവ് ഉപയോഗിച്ചിട്ടാണ് എന്നുള്ളത് കൊണ്ട് ഒന്ന് മൈസിറും മറ്റൊന്ന് മൈസിർ അല്ലാതെയും ആകുന്നില്ല. കാരണം ഇല്ലത്ത് എന്ന് പറയുന്നത് എന്താണ്? സീറോ സം ഗെയിം,
ഒരു ഫൈനാൻഷ്യൽ ഭാഷയിൽ നമ്മൾ പറയാം. അപ്പോൾ ഒരാൾക്ക് നഷ്ടപ്പെടണം മറ്റൊരാൾക്ക് കിട്ടണമെങ്കിൽ എന്നതാണ് ഒരു കോൺട്രാക്റ്റിൻ്റെ സ്വഭാവമെങ്കിൽ അത് മൈസിറാണ്. മറ്റൊരു രീതിയിൽ വിശദീകരിച്ചിട്ടുണ്ട്, ഏതെങ്കിലും ഒരു സംഗതിയുടെ തുടക്കത്തിൽ തന്നെ ആരുടെയെങ്കിലും നഷ്ടം അതിൽ നിർണയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മൈസറാണ് എന്ന് ഒരു വിശദീകരണം കൂടി തഫ്സീറുകളിൽ വന്നിട്ടുണ്ട്. ഒരു സംഗതി തുടങ്ങുമ്പോൾ തന്നെ അറിയാം എന്ത്, ഒരാൾക്കിതിൽ ഒന്നോ അതിലധികമോ ആളുകൾക്ക് അതിൽ നഷ്ടം വരും, വരാതെ അത് അവസാനിക്കൂല എന്ന് നിർണയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മൈസറാണ്. അല്ലെങ്കിൽ ഒരാൾക്ക് എനിക്കൊരു ലാഭം ഉണ്ടാകണമെങ്കിൽ എവിടെ വേണ്ടി വരും, വേറൊരാൾക്ക് നഷ്ടം വേണ്ടി വരും എന്നുള്ളത് നിർണയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മൈസറാണ്. ഉദാഹരണത്തിന് ലോട്ടറി, മറ്റു സംഗതികളൊക്കെ ആ അടിസ്ഥാനത്തിലാണ് അത് മൈസർ ആകുന്നത്. പിന്നെ ഇത് അതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അത്രയും പറയാൻ ഉദ്ദേശിച്ചത്.